ആണെന്നുള്ളത് അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും എന്നാൽ അതിൻ്റെ നിർവചനത്തിലേക്ക് നമ്മൾ പോയിട്ട് ആ നിർവചനവുമായി ബന്ധപ്പെട്ട് നിർവചനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടുള്ള മുഴുവൻ ഒരു പ്രോസസ്സാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ നിർവചനം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് കൊണ്ട് നമുക്കൊരു 100% പ്രയോജനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചെറിയൊരു ഉദാഹരണം, കാരണം നമുക്കിതൊരു ബേസിക് ലെവലിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിലെ നിർവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമ്മുടെ ബിസിനസ്സിൽ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ചെറിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനീ പറയുന്ന ബിസിനസ്സിലെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അത് മുമ്പോട്ട് നമ്മൾ പഠിച്ച് ചെല്ലുമ്പോഴത്തേന് അതൊക്കെ എന്തിനുള്ളതാണ് അല്ലെങ്കിൽ അതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ കുറച്ച് പണം ചെലവഴിക്കേണ്ടി വരും, സാധനങ്ങൾ മേടിച്ച് വെക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകണം. നമ്മളെല്ലാവരും ഒരു പ്രോഫിറ്റ് മൈൻഡോടുകൂടിയാണ് ബിസിനസ് തുടങ്ങുന്നത്. നമുക്കൊരു ബിസിനസ്സിൽ നിന്ന് വരുമാനം ലഭിക്കണം, ലാഭം ലഭിക്കണം, ഇതൊക്കെ നമ്മൾ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ബിസിനസ്സിൻ്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യങ്ങൾ, അതിലെ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ടാന്നുള്ളത് മനസ്സിലായി. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, അപ്പോൾ ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് അവിടെ? സാമ്പത്തിക ഇടപാടുകളാണ്. അതെന്ത് ചെയ്യണം? രേഖപ്പെടുത്തുന്ന അതുപോലെ ഒരു പ്രക്രിയ ഉണ്ട് അവിടെ, ഒരു പ്രോസസ്സ് ഉണ്ട് അവിടെ. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ബിസിനസ് ഞാൻ തുടങ്ങുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ബിസിനസ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ബിസിനസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പുരോഗതിയൊക്കെ നമ്മൾ വിലയിരുത്തണം. അപ്പോൾ നമുക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു ദിവസത്തിൽ നമ്മളൊരു കടയാണ്, ഉദാഹരണം ഒരു കടയാണ് നടത്തുന്നതെങ്കിൽ നമ്മളിതെല്ലാം മേടിച്ച് വെച്ച് കട തുടങ്ങിയതിന് ശേഷം ഈ കടയിൽ നിന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിറ്റ് പോകുന്നു. അത് ആൾക്കാർ വന്ന് മേടിക്കുന്നു, പൈസ നമ്മുടെ ബോക്സിൽ വീഴുന്നു. നമ്മളിത് ഈ വരുന്ന പൈസ മാത്രം രേഖപ്പെടുത്തി വെച്ചാൽ മതിയാവുമോ? അപ്പോൾ ഈ കിട്ടുന്ന തുക മുഴുവൻ നമുക്ക് നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിൽ ഏതൊക്കെ നമ്മുടെ വരുമാനമാകണം, എന്തൊക്കെ നമ്മുടെ ചിലവുകൾ വരുന്നുണ്ട്, മൊത്തത്തിൽ നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമുക്കതിനകത്ത് വരും. മാത്രമല്ല ഇതിനൊക്കെ ശേഷമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് നമുക്ക് മുമ്പോട്ട് കൂടുതൽ മെച്ചപ്പെടുത്തിയൊക്കെ പോകേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാസം കഴിഞ്ഞു, നമ്മുടെ ഈ ബിസിനസ് തുടങ്ങി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഒരു കൃത്യമായ ഒരു ഇടവേളയിൽ നമ്മളിതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വിശകലനം നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ബിസിനസ്സിൽ എന്തൊക്കെ നമുക്ക് മെച്ചമുണ്ടായി എന്നുള്ളതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിന് കൃത്യമായിട്ട് ലാഭം ഉണ്ടായോ, നമ്മൾ ബിസിനസ് നടത്തുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്കവിടെ സാധിക്കുകയില്ല. അപ്പം നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഈ അക്കൗണ്ടിങ് എന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തി അതിനകത്തെ ഇടപാടുകൾ, നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. നമ്മൾ മുമ്പ് അവിടെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അത് ഡെഫിനിഷൻ പറയുമ്പോഴത്തേനും നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം, അത് വിശദമാക്കി തരാം. അതിനു മുമ്പ് ഈ ഒരു ഉദാഹരണം ഞാനൊന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എല്ലാം അറിയാവുന്ന ആളുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് നടന്നുപോയി. നമ്മൾ എല്ലാ ദിവസവും ഈ ബിസിനസ് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ അതെങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം, അവിടെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. ഇതെങ്ങനെ രേഖപ്പെടുത്തി വെക്കണം എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടാകണം. അതുമാത്രമല്ല, നമ്മളിത് രേഖപ്പെടുത്തി വെച്ചു അല്ലെങ്കിൽ എഴുതി വെച്ച് ഓരോ കണക്കുകൾ എഴുതി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ലൈനായിട്ട് എഴുതി പോയാൽ നാളെ നമുക്ക് എവിടെയൊക്കെയാണ് ഒരു വരവ് വന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് ചിലവുണ്ടായത്, അല്ലെങ്കിൽ ഏതൊക്കെ കേസിലാണ് ചിലവുണ്ടായതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം നമ്മളിങ്ങനെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അത് തരം തിരിച്ച് രേഖപ്പെടുത്തി വെക്കും. അതായത് നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തരം തിരിച്ച് രേഖപ്പെടുത്തി വെക്കുന്നു. തരം തിരിച്ച് രേഖപ്പെടുത്തി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട്, അതായത് ഇന്ന കാര്യത്തിന് ഇന്നത് ചിലവായി, ഇന്ന കാര്യത്തിന് ഇന്നത് ചിലവായി എന്നുള്ള രീതിയിൽ തരം തിരിച്ച് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം അതിനെ നമുക്ക് ക്ലാസിഫൈങ് എന്ന് പറയാം, വർഗീകരിക്കുക എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു, അതിനുശേഷം നമ്മൾ വർഗീകരിക്കുന്നു, അതായത് തരം തിരിച്ച് രേഖപ്പെടുത്തി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൂട്ടി നോക്കാം. ഒരു സൈഡും മറ്റേ സൈഡും വരവും ചെലവും ഒക്കെ കൂട്ടി നോക്കിയിട്ട് നമുക്കതിന് എത്ര ലാഭം വന്നു, എത്ര നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇനി നമുക്ക് എന്തൊക്കെ നമ്മൾ മേടിച്ചു കൂട്ടി നമ്മുടെ ആസ്തികളായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തയ്യാറാക്കും. അങ്ങനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പോലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റിപ്പോർട്ടെന്ന് പറയാം, അക്കൗണ്ടിങ് ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ റിപ്പോർട്ട് പോലെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നു. അപ്പോൾ അവിടെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ സംഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, ഇതിനെ സംഗ്രഹിച്ച് വെക്കുകയാണ്, സമ്മറൈസിങ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംഗ്രഹിക്കുമ്പോഴത്തേന് അവിടെ നമുക്ക് സമ്മറൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ മേഖലകളിൽ നമുക്ക് കൂടുതൽ ചിലവ് വന്നു, എവിടെയൊക്കെ നഷ്ടങ്ങൾ വന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വേറെ ചില ആളുകൾ കാണും. ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പൈസ മുടക്കിയേക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ, അങ്ങനെ പല ആൾക്കാരും കാണും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്തണമല്ലോ. അപ്പം നമുക്കൊന്ന് സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ വീട്ടുകാരോട്, അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരും ഉണ്ടാകും, അവരുമായിട്ടിത് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റിങ് എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ബിസിനസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, ബിസിനസ്സിൽ പല ഇടപാടുകളുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇടപാടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു സാമ്പത്തികമായിട്ട്, അതായത് പണവുമായി ബന്ധപ്പെട്ട് പണത്തിൻ്റെ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തി വെക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമ്മളതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എവിടെയൊക്കെ വരവ് വന്നു, ചിലവ് വന്നു, ഏതൊക്കെ ഫീൽഡിലാണ് കൂടുതൽ പൈസ ചിലവായി, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വർഗീകരിച്ച്, അതായത് ഹെഡ് തിരിച്ച് നമ്മൾ രേഖപ്പെടുത്തി വെക്കണമെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതൊരു റിപ്പോർട്ടാക്കി മാറ്റണമെന്ന് പറഞ്ഞു, സമ്മറൈസിങ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച്, അതായത് ഒരു ഇൻ്റർപ്രറ്റിങ്, വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. നമ്മുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലായി, ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ബിസിനസ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥത്തിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഈ ഒരു കാര്യങ്ങളിലേക്കെല്ലാം വന്നത്. അതിനുശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ, അതായത് വിത്തൗട്ട് അക്കൗണ്ടിങ് ബിസിനസ് ഈസ് ബ്ലൈൻഡ് എന്നാണ് പറയുന്നത്. ബിസിനസ് ബ്ലൈൻഡാണ്, അക്കൗണ്ടിങ് ഇല്ലാത്തൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡാണ്. അതുപോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബിസിനസ്സിൻ്റെ എല്ലാ വരുമാനവും ചിലവും ആസ്തിയും ബാധ്യതയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് ഏത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണ്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പല ഡെഫിനിഷനുകളുണ്ട്.
ഉണ്ടെങ്കിലും പൊതുവായിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അധികം കൂടുതൽ പ്രചാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ബുക്കുകളിൽ കാണുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു നിർവചനം എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, AICPA എന്ന് പറയും. അപ്പം ഇവരുടെ ഒരു ഡെഫിനിഷനുണ്ട്. ഇവരുടെ ആ ഒരു ഡെഫിനിഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളത് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാനത് വായിക്കാം. ഈ ഡെഫിനിഷനൊക്കെ നമുക്ക് നോട്ടായിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പം നിങ്ങൾ തൽക്കാലം കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, നമുക്ക് സമയം വളരെ കുറവാണ് ഇനി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മൊത്തം ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാനവിടെ വോയിസ് നോട്ടായിട്ടോ അല്ലാത്ത നോട്ടായിട്ടോ കാര്യങ്ങൾ പറയാം. അപ്പം തൽക്കാലം നമുക്ക് ഈ ക്ലാസ് നമുക്ക് 1.5-2 മണിക്കൂറാണ് ടൈം വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കാൻ പോയാൽ നമ്മൾ വിട്ടു പോകും, നമ്മളൊരു ഫ്ലോ പോകും. അപ്പോൾ ഈ ഫ്ലോയിൽ നിങ്ങൾ പോയിൻ്റ് വൈസായിട്ട് എഴുതി വെച്ച് കാര്യങ്ങൾ പോവുക. നോട്ട് പരമാവധി കിട്ടുന്നതൊക്കെ ഷെയർ ചെയ്ത് തരാം. ദിവസങ്ങളും കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് പറഞ്ഞു വന്നു. ഇനി അതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് വരികയാണ്. ആ ഒരു ആദ്യം അർത്ഥം പറഞ്ഞു, ഇപ്പം നമ്മൾ നിർവചനത്തിലേക്ക് വരികയാണ്. AICPA തരുന്ന നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം, അതിനുശേഷം മലയാളത്തിൽ അതിൻ്റെ ഒന്ന് അർത്ഥം ഒന്ന് പറയാം. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. AICPA പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. അതായത് അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇങ്ങനൊരു ഡെഫിനിഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു സെക്കൻഡ് അതിൻ്റെ നോട്ട് ഷെയർ ചെയ്യുക, പ്രസൻറ്റേഷൻ വരുമ്പോൾ തന്നെ ഞാൻ അത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ഡെഫിനിഷനിലും പറയുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടെന്ന് പറയുന്ന കലയാണ്. എന്തിൻ്റെയൊക്കെ? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. നമ്മൾ പറഞ്ഞിരുന്നു രേഖപ്പെടുത്തണം, വർഗീകരിച്ച് തരംതിരിച്ച് രേഖപ്പെടുത്തണം, പിന്നെ അതിനെ സമ്മറൈസ് ചെയ്യണം. ഈ കാര്യങ്ങൾ തന്നെയാണ് ആ ഡെഫിനേഷനും കടന്നു വരുന്നത്. ആൻഡ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ, അതിന് ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പ്രത്യേകം പറയുന്നുണ്ട് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. അപ്പോൾ ഇൻ സിഗ്നിഫിക്കൻ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, മണിയുമായി ബന്ധപ്പെട്ടുള്ള, പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ്, പ്രത്യേകം പറയുന്നുണ്ട് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. ആൻഡ് പറയുന്നുണ്ട് ഇൻ്റർപ്രറ്റിംഗ് ഇത് റിസൾട്ട് ദെയർ ഓഫ്. അവിടെ ഇൻ്റർപ്രറ്റിംഗ് എന്നുള്ള വാക്കും കടന്നു വന്നു. അതായത് വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ റിസൾട്ടുകൾ അവിടെ വ്യാഖ്യാനിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് AICPA പറയുന്നത്. അവരുടെ ഡെഫിനിഷനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട് ആർട്ട് ഓഫ്, അതായത് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു കലയാണ്. ഏതൊക്കെയാണ് അതിനകത്ത് പറയുന്നുണ്ട്? അവർ പറയുന്ന ഡെഫിനിഷനകത്ത് 4 വാക്കുകളും കടന്നു വന്നിട്ടുണ്ട്. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അവസാനം ഇൻ്റർപ്രറ്റിങ്ങും വരുന്നുണ്ട്. ഈ 4 കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് രേഖപ്പെടുത്തുക, തരംതിരിച്ച് രേഖപ്പെടുത്തുക, സമ്മറൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. ഈ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻ്റ് മാനർ എന്ന് പറയുന്നുണ്ട്. അതിന് ചില പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ വരും. അതാണ് അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ്, എങ്ങനെയുള്ള കാര്യങ്ങൾ? ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചറാവും. കാരണം ഇതൊന്നാമതേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ തല്ലിൽ കയറില്ല, പലതരം കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണം. ഇടയ്ക്ക് സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കേൾക്കത്തില്ല, ഞാനാണ് അറിയത്തുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടാച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു തുടക്കം എന്ന നിലയിൽ നിങ്ങളെല്ലാവരും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കുറേ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പിടികിട്ടും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് പിന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമുക്കതിനെ യൂസേഴ്സ് എന്ന് വിളിക്കാം, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പലതവണ ഇപ്പോൾ സംസാരിച്ചു. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്കിനി മുമ്പോട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൂന്നായിട്ടൊന്ന് തരംതിരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനകത്ത് തരംതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്, ഇതിനിടയ്ക്കുള്ളൊരു പ്രോസസ്സും വരും. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ടെന്ന് പറയുന്നത് ഇത്ര നേരം നിങ്ങൾക്ക് ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി കാണും. ഇവിടുത്തെ ഇൻപുട്ടെന്ന് പറയുന്നത് നമുക്ക് ട്രാൻസാക്ഷൻസാണ്. അതായത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ രേഖപ്പെടുത്തുന്ന ഇൻപുട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പം കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻപുട്ട്. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം? മണി വാല്യൂ, അതായത് മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കണം, പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളായിരിക്കണം. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്. അപ്പം കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ക്ലാസിഫൈ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആ പ്രോസസ്സിങ്ങിലേക്ക് ഞാൻ കടക്കാം. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസാക്ഷൻസാണ്, അത് രേഖപ്പെടുത്തുന്നു. അത് ഏതൊക്കെ രീതിയിൽ രേഖപ്പെടുത്തണം, എങ്ങനെ രേഖപ്പെടുത്തണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സിങ്ങിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സിംഗ് എല്ലാം നമ്മൾ ചെയ്ത്, നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രോസസ്സെല്ലാം നമ്മൾ ചെയ്തിട്ട്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റിസൾട്ട് എന്താണ്? ഇവിടെ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കിട്ടുന്ന വിവരങ്ങൾ, നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ്, അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നു. ബിസിനസ്സിൽ അത് പറയുമ്പോൾ യൂസേഴ്സ് എന്ന് പറയും കേട്ടോ, യൂസേഴ്സ് എന്ന് പറയും. അപ്പോൾ അവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ രണ്ട് വിധമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസും മറ്റ് കാര്യങ്ങളും പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇൻപുട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടുണ്ട്. മാത്രമല്ല ഇതിനിടയ്ക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ പൂർണ്ണമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിച്ചിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇൻപുട്ടാണ്. ഇൻപുട്ടിനകത്ത് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പ്രോസസ്സിങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്യണമെന്ന്. എങ്ങനെയുള്ള കാര്യങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന്. അപ്പം ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പം ഈ ബിസിനസ്സിലെ പ്രോസസ്സ്, ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് അല്ല, അതിനു മുമ്പ് ഒരു പ്രോസസ്സും കൂടെ നമുക്ക് പറയാം. അത് നമുക്ക് ഐഡൻറ്റിഫൈയിങ് എന്നുള്ളൊരു പ്രോസസ്സ് പറയാം. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈയിങ് ആണ്. നമ്മൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്ന കാര്യം പണവുമായി ബന്ധപ്പെട്ടാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ ധാരാളം ഇടപാടുകൾ നടക്കും. നമ്മൾ പണത്തിൻ്റെ മായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ധാരാളം ഇടപാടുകൾ ബിസിനസ്സിൽ നടക്കുന്നു. അപ്പം നമുക്കിപ്പോൾ ഒരാൾ പൈസ തന്നു. അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഈ പൈസ ഇല്ല, ഒരാൾ നമുക്ക് പൈസ തന്നു, അത് നമ്മളുള്ള സ്നേഹം കൊണ്ട് തന്നതാണ്. പക്ഷേ ആ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ്സിൽ വാല്യൂ ഇല്ല, അത് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാട് മോണിറ്ററി വാല്യൂ ഉള്ളതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ബിസിനസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദി ബിസിനസ് ട്രാൻസാക്ഷൻ, ഇതാണ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യും? നമ്മൾ ആ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ KSFBയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി നടത്താറ്. ഇപ്പം നമ്മളൊരു കാര്യം വന്ന ഉടനെ നമ്മളൊരു സാധനം മേടിച്ച ഉടനെ എന്താ ചെയ്യും? നമ്മൾ ജേണൽ ഇടും. നമ്മൾ പറയുന്നത് വൗച്ചർ എന്നാണ്, 250 പോയി വൗച്ചർ എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്ന് പറയുന്നത് ജേണൽ എന്നാണ്. വൗച്ചർ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്, അത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളവിടെ ജേണലാണ്, ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു സാധനം റെക്കോർഡ് ചെയ്യുകയാണ്. അത് റെക്കോർഡ് ചെയ്യുന്നത് എവിടെ? ജേണലായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറ്റ് പേരുകളും പറയും. ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയും, ഒറിജിനൽ എൻട്രി എന്ന് പറയും, ഫസ്റ്റ് എൻട്രി എന്ന് പറയും. അങ്ങനെ ആദ്യമായി ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്ന ബുക്കെന്ന് പറയുന്നത് ജേണലാണ്. ഇതാണ് റെക്കോർഡിങ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഐഡൻറ്റിഫൈയിങ് എന്താണെന്ന് പിടികിട്ടി. നമ്മൾ മനസ്സിലാക്കുകയാണ് ബിസിനസ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇനി അത് റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്യുന്നത് ജേണലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഈ ജേണൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രിയാണ്, പ്രൈം എൻട്രിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ജേണലായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രോസസ്സിന് ജേണലൈസിങ് എന്ന് പറയും. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഐഡൻറ്റിഫൈ കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടൈം എന്ന് പറയുന്നത് ക്ലാസിഫൈയിങ് തന്നെയാണ്. അത് കുഴപ്പമില്ല. അതിനിടയ്ക്ക് വേറൊരു കാര്യം വരുന്നില്ല, ക്ലാസിഫൈയിങ്. അതായത് നമ്മളിപ്പോൾ ജേണൽ എൻട്രി നടത്തി. അപ്പോൾ നമ്മൾ ധാരാളം ജേണലിടും. ഈ ജേണലിടുന്നതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ ലൈൻ ബൈ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എവിടെയാണ് നമ്മൾ ചിലവാക്കിയത്, ഏത് മേഖലയിലാണ് കൂടുതൽ നമ്മൾ പണം കൊടുത്തത് അല്ലെങ്കിൽ പണം വന്നത്, ഏതൊക്കെയാണ് അതിനകത്തെ ഓരോ ഹെഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല ഈ ജേണൽ എൻട്രി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ തരംതിരിച്ച് വെക്കുന്ന പ്രോഗ്രാമാണ്, അല്ല പരിപാടിയാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ജേണൽ എൻട്രി എല്ലാം എങ്ങോട്ട് ചെല്ലുന്നു? നമ്മൾ ലെഡ്ജറിൽ രേഖപ്പെടുത്തുകയാണ്. ലെഡ്ജർ നമുക്കറിയാം, നമ്മൾ ജനറൽ ലെഡ്ജർ എന്നും പറഞ്ഞ് നമ്മൾ 12 പോയി നോക്കും. അവിടെ പോയി നമ്മൾ ലെഡ്ജർ എടുത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പം ന്യൂറാവസി അല്ലെങ്കിൽ സാലറീസ് ആൻഡ് അലവൻസ് ഇങ്ങനെയുള്ള ലെഡ്ജർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ ഓരോ ജേണൽ എൻട്രിയും കാണാം, അല്ലേ? നമ്മളൊരു ദിവസം ഇടുന്ന ജേണൽ 1 2 3, ഞാൻ ഉദാഹരണം പറയാണ്, 1 2 3 4 5 6 6 ജേണൽ എൻട്രി ഇട്ടു. അതിൽ സാലറീസ് ഓഫ് അലവൻസിലേക്ക് 2 എണ്ണമായിരിക്കും, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 2 എണ്ണമായിരിക്കും. അങ്ങനെ പല ഹെഡുകളിൽ എന്ന് പറയും നമ്മൾ. ആ ഹെഡുകളെന്ന് പറയുന്നത് നമ്മൾ ജേണൽ ലെഡ്ജറിൽ പോയി നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ജേണൽ എൻട്രി മാത്രം നമുക്ക് അവിടെ കാണാം. അപ്പം അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ജേണൽ എൻട്രികൾ ലെഡ്ജറിലേക്ക് രേഖപ്പെടുത്തും. ഇതാണ് സെക്കൻഡ് ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത്, അടുത്ത എൻട്രിയാണ്. അപ്പം എന്നിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഡ്ജറിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ്. അപ്പോൾ ജേണലിൽ നിന്നും നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ ബിസിനസ്സിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ഇവിടെ നമ്മുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജേണലിടുന്നു, ലെഡ്ജറിൽ വരുന്നു. ഈ ലെഡ്ജറിലെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു റിപ്പോർട്ട് കിട്ടുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ബാലൻസ് പോയി എടുത്ത് നോക്കുന്നു, കൺസോളിഡേറ്റഡ് TV എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടും. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, അതാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്, അതാണ് റിപ്പോർട്ടെന്ന് പറയുന്നത്. അതിന് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇതൊക്കെ ആ ഒരു ഫൈനൽ അക്കൗണ്ട്സാണ്. നമ്മുടെ കമ്പനിയുടെ അല്ലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുവാനും ഇതിൻ്റെ വരവ് ചെലവുകളും പ്രോഫിറ്റാണോ ലോസാണോ എന്നൊക്കെ അറിയുവാനൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആയി. ഐഡൻറ്റിഫൈ ചെയ്തു, റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു. ഇനിയുണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു, നമ്മുടെ ബിസിനസ് നഷ്ടമായിരിക്കട്ടെ, ലാഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കും. നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നികത്താൻ നോക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെന്തെടുക്കും? ഇനി ഇതിനെക്കുറിച്ചൊരു
നമ്മൾ മുമ്പേ പറഞ്ഞ ഇൻ്റർപ്രറ്റിങ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു കാര്യം വരുന്നുണ്ട്, അനലൈസിങ് വരുന്നുണ്ട്. അപ്പോൾ സമ്മറൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനലൈസിങ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ഫൈനൽ അക്കൗണ്ടിങ് നടന്നിരിക്കുന്നത് വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണ് ഇതിനെക്കുറിച്ച്. നമ്മുടെ ബിസിനസ്സിലെ ലാഭം, ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക. ഇതെല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിൻ്റെ നല്ല നടപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള നടപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കണം. അതെല്ലാം നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമ്മളതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഈ ഒരു റിസൾട്ടെല്ലാം അനലൈസ് ചെയ്ത് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. നമ്മളതിനെക്കുറിച്ചെല്ലാം വ്യാഖ്യാനങ്ങളെല്ലാം നടത്തി എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നമുക്ക് ഐഡൻറ്റിഫൈയിങ് കഴിഞ്ഞു, റെക്കോർഡിങ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ്. അപ്പം ഇൻ്റർപ്രറ്റിങ് വരെ നമ്മുടെ ഡെഫിനിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനകത്ത് 4 ഉള്ളൂ, അപ്പം അതിൽ കൂടുതലായി. ഇത് നമ്മളൊരു പ്രോസസ്സായിട്ട് പറഞ്ഞതാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റിംഗ് എന്നും പറഞ്ഞൊരു സ്റ്റെപ്പും കൂടെ വരുന്നു, പ്രോസസ്സും കൂടെ വരുന്നു. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമുക്ക് ഇവിടെ പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബിസിനസ്, നമ്മുടെ ചെറിയ ബിസിനസ്സായിരുന്നു പോട്ടെ, മറ്റ് വലിയ ബിസിനസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പണം മുടക്കുന്ന ധാരാളം ആളുകൾ കാണും. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും, അല്ലെ മറ്റ് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്, ഇപ്പം നമ്മുടെ സ്ഥാപനമാണെങ്കിൽ നമുക്ക് മാനേജ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പല ഘടകങ്ങളുണ്ട്. ഇവരെല്ലാം നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, റിപ്പോർട്ടുകളെല്ലാം അറിയിക്കേണ്ടി വരും. എല്ലാവരും അറിയിക്കേണ്ടി വരില്ല. ചില കാര്യങ്ങൾ ചിലരറിയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ മറ്റു ചിലർ അറിയേണ്ടതുണ്ട്. അങ്ങനെ യൂസേഴ്സിനെ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, നമ്മുടെ ഒരു അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് നമുക്ക് ചോദിച്ചെന്ന് വരാം. അപ്പോൾ നമ്മൾ ഡെഫിനിഷനകത്ത് വെച്ച് പഠിക്കുമ്പോൾ റെക്കോർഡിംഗ് ആണ് പറഞ്ഞതെങ്കിലും സാധാരണഗതിയിൽ ഐഡൻറ്റിഫൈയിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈയിങ് എന്ന ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെയാണ് മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിലെ ആ ഒരു ബേസിക് കാര്യങ്ങളായി നമ്മൾ പറഞ്ഞത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനിയിപ്പം ഇതിനകത്ത് കൂടുതൽ കുറച്ച് ഡെഫിനിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകണം. എങ്കിലേ നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, നമ്മളിപ്പം രേഖപ്പെടുത്തണം, അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബിസിനസ് ആയതുകൊണ്ട്, അക്കൗണ്ടിങ് ആയതുകൊണ്ട് ഇതിന് പല പ്രിൻസിപ്പിൾസും ഉണ്ട്. എന്തൊക്കെ രീതിയിലായിരിക്കണം ഇത് ചെയ്യുന്നത്, ഏതൊക്കെ കാലയളവായിരിക്കണം, നമുക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല സംശയങ്ങളും തോന്നണം. നമ്മളിപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഫിനാൻഷ്യൽ ഇയറുണ്ട്. ആ ഇയറിനുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ അക്കൗണ്ടിങ് മെത്തേഡുണ്ട്. പിന്നെ ചില പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് സൈക്കിൾ പോലാണ്. നമ്മുടെ ഒരു സൈക്കിളായിട്ട് തന്നെ നമുക്കിത് കാണാം. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ട്രാൻസാക്ഷൻസ് വന്നു. ഈ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ജേണലിൽ റെക്കോർഡ് ചെയ്തു. ജേണലിൽ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു ലെഡ്ജർ. അവിടെ നിന്ന് നമുക്ക് എന്തോ കിട്ടി? ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസും അങ്ങനെയൊക്കെ കിട്ടി. ഇനി അതിന് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് എന്ന് പറയും. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് നമ്മുടെ ആനുവൽ ക്ലോസിംഗ് ആകുമ്പോഴത്തേനും ബാലൻസ് ഷീറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് ടാലിയായി ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത വർഷം വീണ്ടും ബാലൻസ് ഷീറ്റ് ഓപ്പണിങ്ങിലാണ് തുടങ്ങുന്നത്. ബാലൻസ് ഷീറ്റ് ഓപ്പണിങ് തുടങ്ങുന്നു, വീണ്ടും നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി. ഇതൊരു സൈക്കിളാണ്. ട്രാൻസാക്ഷൻ മുതൽ ബാലൻസ് ഷീറ്റ് ക്ലോസിങ് വരെ, പിന്നീട് ബാലൻസ് ഷീറ്റ് ഓപ്പണിങ്, വീണ്ടും ട്രാൻസാക്ഷൻസ് തുടങ്ങുന്നു. ഏപ്രിൽ 1 മുതൽ പുതിയ ട്രാൻസാക്ഷൻ തുടങ്ങുന്നു. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഷീറ്റ്, പിന്നെയും ബാലൻസ് ഷീറ്റ് ക്ലോസിങ്, ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ യൂസേഴ്സിനെ നമുക്ക് പല യൂസേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു.
അതിനകത്ത് ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പം ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സ്ഥാപനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ യൂസേഴ്സാണ്, നമ്മളെ എംപ്ലോയീസ് ഇൻറ്റേർണൽ യൂസേഴ്സാണ് അല്ലേ. ട്രേഡ് യൂണിയൻസ് ഇൻറ്റേർണൽ യൂസേഴ്സാണ്. മാനേജ്മെൻറ്റ് അതെ. ഓണേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാ? ഗവൺമെൻറ്റാണ്, അവരും അതെ. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, എഫ് ഡി മുന്തോ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ല, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ആളുകളുണ്ട്. റെഗുലേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അവരറിയേണ്ട കാര്യങ്ങൾ വേറെയാണ്, ഇൻറ്റേർണൽ യൂസേഴ്സ് അറിയേണ്ട കാര്യങ്ങൾ വേറെയാണ്. അത് കൂടുതൽ കാര്യങ്ങളും അറിയേണ്ടത് ഇൻറ്റേർണൽ യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടി അവിടെയുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനൊരു തുടക്കമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പറയാം. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പഠിച്ചു, അതിനെക്കുറിച്ച് സംസാരിച്ചു. അതൊരു പ്രാക്ടിക്കൽ സൈഡാണ്. നമ്മൾ ഈ എക്സാം ഓറിയൻറ്റഡും നമ്മുടെ സ്ഥാപനത്തിലെ വർക്കിൻ്റെ ഒരു രീതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി ഉണ്ട്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തിയറി സൈഡാണ്. അതിലെ തിയറികളാണ് നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിലും അക്കൗണ്ടിങ് മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ബുക്ക് കീപ്പിംഗ് എന്നും പറഞ്ഞു. ബുക്ക് കീപ്പിംഗ് എന്നും പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക്കാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് നമ്മൾ ഏത് ട്രാൻസാക്ഷൻസാണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുമ്പേ എങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയത്? ജേണലും ലെഡ്ജറും ഒക്കെ ആയിട്ടാണ് രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ ഒരു ബേസിക് കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ചിൽ ഇത് നടക്കുന്നു, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ഇത് രേഖപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിളായിട്ട് എല്ലാവർക്കും രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു ജേണൽ എൻട്രി അല്ലെങ്കിൽ GT ഇടാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ബേസിക് കാര്യമാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കാണ്. അതായത് അത് ഇതിനകത്ത് ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ ജൂനിയർ സ്റ്റാഫ് അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ബുക്ക് കീപ്പിങ്ങിന് ശേഷം നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് പോകും. അപ്പം നമ്മൾ പറയുമ്പോൾ ബുക്ക് കീപ്പിംഗ് ബേസിക്കാണ്, ബേസിക് പാർട്ടാണ്. ഈ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് നിന്ന് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം ജേണലിട്ട് ലെഡ്ജർ അതും ഇട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളത് ഇൻ്റർപ്രറ്റിങ്ങും ഇതെല്ലാം സമ്മറൈസിങ്ങും ഇതെല്ലാം അവിടെ വരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഏരിയയാണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കാണ്. ബുക്ക് കീപ്പിംഗ് എവിടെ അവസാനിക്കുന്നു അവിടെ നിന്നും അക്കൗണ്ടിങ് തുടങ്ങുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടിങ് അവസാനിക്കുന്നിടത്ത് ഓഡിറ്റിങ്ങും തുടങ്ങുന്നു. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പം ചിലയിടത്തൊക്കെ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് അക്കൗണ്ടിങ് തുടങ്ങുന്നു, അക്കൗണ്ടിങ് അവസാനിക്കുന്നിടത്ത് ഓഡിറ്റിങ് ആരംഭിക്കുന്നു. അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് മുതൽ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറൻസ് ബുക്ക് കീപ്പിങ്ങും അതുപോലെ അക്കൗണ്ടിങ്ങുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞു. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലായിട്ട്, അതുപോലെ ക്ലാസിഫൈ ചെയ്യുന്നത് ലെഡ്ജറായിട്ട്, സമ്മറൈസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇതെല്ലാം പറഞ്ഞു. നമ്മുടെ ബിസിനസ്സിലുണ്ടായേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള യൂസേഴ്സുമായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളെന്ന് പറയുന്നത് കുറച്ച് ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രിൻസിപ്പിൾസും അതിൻ്റെ ചില
കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ബിസിനസ്സൊക്കെ തുടങ്ങി ഇതൊക്കെയായി ബിസിനസ് നിങ്ങൾക്കറിയാം, പണ്ട് കാലത്തെ ബിസിനസ്സും ഇപ്പോഴത്തെ ബിസിനസ്സും ഒക്കെ ആയിട്ട് കണ്ടമാനം വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പല രീതിയിലും പല സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ധാരാളം ഉണ്ടായി, അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ കണ്ടമാനം അഡ്വാൻസ്ഡായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് അക്കൗണ്ടിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി. അപ്പം നമ്മുടെ ഇപ്പം തന്നെ കണ്ടമാനം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അതിൻ്റേതായ ബേസിക് പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്ത് പോകണമെന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിനും പുരോഗതിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിയറി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്. കുറേയേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് ആൻസർ, അതുമായി ഓപ്ഷനുമായി ബന്ധപ്പെട്ടൊരു വിശകലനം. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ഡൗട്ടുകളൊക്കെ പൊക്കോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഠിക്കുന്ന കാര്യം ക്ലിയറായിട്ട് നമ്മൾ പഠിച്ചു പോട്ടെ. ഓക്കെ. അപ്പോൾ അതിനകത്ത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഒന്നാമത്തെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു പല ബ്രാഞ്ചുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നുമില്ല, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളോട് ഞാൻ ഇത്രയും നേരം എന്തൊക്കെ പറഞ്ഞു അതൊക്കെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നമ്മൾ ഓരോ ഇടപാടുകളും ബുക്കിലൊക്കെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ. പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് പറയുന്ന മറ്റൊരു പേരുണ്ട് പോസ്റ്റ്മോർട്ടം തിയറി എന്ന് പറയും. പോസ്റ്റ്മോർട്ടം തിയറി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, GAAP. എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം GAAP പ്രിൻസിപ്പിൾസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അനുസരിച്ചാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത്, കൂടുതലൊന്നും ഇതിനകത്തൊന്നും മനസ്സിലാക്കാനില്ല. ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി പറയുന്ന കാര്യങ്ങൾ. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നും പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് ഇപ്പം നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇടപാടുകളെന്ന് പറയുമ്പോഴത്തേന് ഗുഡ്സ് ആകാം, സർവീസ് ആകാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാധനമോ സേവനമോ നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് എത്ര ചിലവ് വന്നു, നമ്മുടെ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഇതിന് നമുക്ക് എത്രത്തോളം ചിലവ് വന്നു, ഈ ചിലവ് കൂടുകയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ്. അതായത് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, എത്ര രൂപ ചിലവായി, എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, ചിലവ് നിയന്ത്രിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനകത്ത് പറയുന്നത്. അത് ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ്. ഇതിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ്. അതായത് കോമ്പിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിനകത്ത് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്. ഈ മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കാൻ
ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ, അതായത് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്, ആ തീരുമാനത്തിലേക്ക് എത്തുവാനൊക്കെ ആയിട്ട് ഈ ഒരു കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും കോമ്പിനേഷനാണ്. ഇത് പ്രധാനമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞു, യൂസേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇൻറ്റേർണൽ യൂസേഴ്സിനെ സഹായിക്കാനായിട്ടാണ്. ഇവിടെ മുമ്പേ നമ്മൾ പറഞ്ഞ തിയറി ഏതാ? GAAP തിയറി, ഗ്യാപ്പെന്ന് പറയും. അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേന് ബഡ്ജറ്റിങ് വരും, അനലൈസിങ് വരും, കോസ്റ്റ് അനലൈസിസ് വരും, ഇവാലുവേഷൻ ഓഫ് ബിസിനസ് വരും. ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ 3 ബ്രാഞ്ചുകൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് ഇതിനകത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേന് പല ടേംസുകളും കേൾക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യം കേട്ട വാക്ക് ഏതാ? നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് കേട്ടു. അതൊരു ബിസിനസ് ടേമാണ്. കേൾക്കാമല്ലോ എല്ലാവർക്കും അല്ലേ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ ട്രാൻസാക്ഷനിലാണ്. അതൊരു ടേമാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടേം ഏതാണ്? നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡെബിറ്റ്, ക്രെഡിറ്റ്, പിന്നെ നമ്മൾ ട്രയൽ ബാലൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇങ്ങനെ കുറേ ടേംസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ടേമുകളുണ്ട്, അത് പറഞ്ഞു പോകാം. ബാക്കിയൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുമ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇടപാടുകൾ. അപ്പോൾ ഈ ഇടപാടുകൾ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് മണി ഓർ ഗുഡ്സ് ഓർ സർവീസസ്. ട്രാൻസ്ഫർ ഓഫ് മണി, ഗുഡ്സ് ഓർ സർവീസസ്. ഇതെല്ലാം നോട്ട് ചെയ്തേക്കണേ. ബിറ്റ്വീൻ 2 പേഴ്സൺസ് ഓർ 2 അക്കൗണ്ട്സ്. 2 ആളുകളോ 2 അക്കൗണ്ട്സുകളോ തമ്മിൽ അവർക്കിടയിലുള്ള ട്രാൻസ്ഫർ ഓഫ് എന്തൊക്കെയാണ്? മണി, ഗുഡ്സ്, സർവീസസ്. ഇതിനെ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ്? നമ്മളിപ്പം 2 ആളുകൾ തമ്മിലുള്ള ഇടപാട്. നമുക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സാലറി കൊടുക്കുന്നു, അപ്പം അതൊരു ഇടപാടുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇടപാടുകളും, അതുപോലെ സാധനം മേടിച്ച് പൈസ കൊടുക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷനെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പണവുമായി ബന്ധപ്പെട്ട നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. AICPയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഓർക്കണമെന്നോ അറിയത്തില്ല, നമ്മളതിനകത്ത് പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിരുന്നു. അപ്പം ഇവിടെ നമ്മൾ 2 ട്രാൻസാക്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ട്രാൻസാക്ഷൻ 2 തരത്തിൽ, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമാണ്. ക്യാഷ് ട്രാൻസാക്ഷന്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. വേറെ പല പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വരും. പക്ഷേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത് അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നോട്ട് വായിക്കുമ്പോൾ ഇതല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു, അതുണ്ടായി. പല നോട്ടുകളിലും പല രീതിയിലൊക്കെ ആയിരിക്കും കാണുന്നത്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പല നോട്ടുകളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പല കാര്യങ്ങളും പലയിടത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിനകത്തുണ്ട് ക്യാഷ് ഇൻവോൾവ് ആയിരിക്കണം. എന്താണ്? പണവും ആ ട്രാൻസാക്ഷനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഇതിനകത്ത് ക്യാഷ് ഇൻവോൾവ് ആകണമെന്നില്ല. അതായത് ക്യാഷ് ഇൻവോൾവ് ആകണമെന്നില്ല. നമ്മൾ ഭാവിയിൽ
ആ ക്യാഷ് ഇൻവോൾവ് ആകണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊരു പ്രോമിസ്, നമ്മളൊരു സാധനം മേടിച്ച് നമ്മൾ അടുത്ത വർഷം പൈസ കൊടുക്കത്തുള്ളൂ. പക്ഷേ അത് നമ്മളൊരു ഇടപാടായിട്ട് നമ്മൾ കണക്കാക്കും. അവിടെ ഒരു പ്രോമിസാണ്, അടുത്ത വർഷം നമ്മൾ പൈസ കൊടുക്കും. ഈ ഫിനാൻഷ്യലിന് അടുത്ത ഫിനാൻഷ്യൽ നമ്മൾ പൈസ കൊടുക്കും, പക്ഷേ പണം നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ട്രാൻസാക്ഷനും പഠിച്ചിരിക്കുക, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അപ്പം ഇത്രയേ ഉള്ളൂ. ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷന് ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടേമാണ് പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ആളാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ആ ബിസിനസ്സിൻ്റെ ഓണറായിരിക്കും. എ പേഴ്സൺ ഹൂ ഓൺസ് എ ബിസിനസ് ഈസ് കോൾഡ് പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പ്രൊപ്പറേറ്റർ ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പ്രൊപ്പറേറ്റർ ആയിരിക്കും ബിസിനസ്സിലൊരു പണം ആദ്യമായിട്ട് നിക്ഷേപിച്ച്, ഇതിനൊരു പൈസ ഇറക്കണമല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാദ്യമായിട്ടൊരു പണം, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കേണ്ടി വരും. ആ പണം ഇറക്കിയിട്ട് വേണമല്ലോ പല സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പണം, അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്. അപ്പം എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പ്രൊപ്പറേറ്റർ ഇൻ ദി ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഓണർ ചിലവാക്കുന്ന തുക എന്ന രീതിയിലും അത് പറയും. അപ്പം ഇതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ 3 ടേമായി, ട്രാൻസാക്ഷനായി, പ്രൊപ്പറേറ്ററായി, ക്യാപിറ്റലായി. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത് ബേസിക് ടേംസുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാനൊരു 5 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ക്യാപിറ്റലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ലയബിലിറ്റി കൂടിയാണ്. അതെങ്ങനെയാണെന്നുള്ളത് വിശദമാക്കാം, മുമ്പോട്ട് ചെല്ലുമ്പോൾ ഞാൻ അത് വിശദമാക്കാം എങ്ങനെയാണ് ഇതൊരു ലയബിലിറ്റി ആയിട്ട് വരുന്നതെന്നുള്ളത്. അപ്പം ഇത്രയും ടേംസായി. ഇനി അടുത്തൊരു ടേംസ് എന്ന് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ആസ്തി അല്ലേ, നമുക്കുണ്ടാകുന്ന ആസ്തി. അതായത് ബിസിനസ്സിന് അകത്തുള്ള വാല്യൂ ഉള്ള, അതായത് നമ്മൾ വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് അസറ്റ് എന്ന് തന്നെ പറയാം. നമ്മൾ മേടിച്ച് വെക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക്, അതായത് പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ആൻ എൻറ്റിറ്റി ഓർ എൻ്റർപ്രൈസ് എന്ന് പറയാം. പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ആൻ എൻറ്റിറ്റി ഓർ എൻ്റർപ്രൈസ്, ഇതാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം പല രീതിയിലുള്ള അസറ്റുകൾ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം പണത്തിന് മൂല്യമുള്ള എന്തിനെ നമുക്ക് അസറ്റ് എന്ന് വിളിക്കാമെന്നൊക്കെയാണ് ഡെഫിനിഷനകത്തൊക്കെ പറയുന്നത്. അപ്പം അസറ്റ് എന്താണെന്നുള്ളത് അറിയാം, ബേസിക് കാര്യം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡെഫിനിഷനിലേക്കൊന്നും പോകണ്ട, കൺഫ്യൂഷൻ ആക്കി എടുക്കണ്ട. അത് നമ്മുടെ ആസ്തിയാണ്. അപ്പോൾ ഈ ആസ്തി നമ്മൾ പണം കൊടുത്ത് ആസ്തി മേടിക്കുന്നു. അപ്പം പല രീതിയിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ അസറ്റിനെ തന്നെ പല രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. അതും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അസറ്റിനെ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ ഫിക്സഡ് അസറ്റ് എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും. ഫിക്സഡ് അസറ്റ് കാരണം റിപ്പോർട്ട് ചോദിക്കുന്നത്, നമ്മൾ കൂടുതലായിട്ട് അത് മാത്രമേ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നോൺ കറൻറ്റ് അസറ്റാണ്. അപ്പം എന്താണ് നോൺ കറൻറ്റ് അസറ്റ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ, അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടുന്നതായിരിക്കില്ല, ഒരു വർഷത്തിൽ കൂടുതൽ, അതായത് ഹോൾഡ് ലോങ് ടൈം, കൂടുതൽ കാലയളവിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആസ്തിയാണ് ഈ നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പെടുന്നത് തന്നെയാണ് ഇത് ഫിക്സഡ് അസറ്റ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ അത് തന്നെയാണ്. ഇനി കറണ്ട് അസറ്റ് ഉണ്ട്. ഇപ്പോൾ നോൺ കറണ്ട് അസറ്റ് പറഞ്ഞു, ഫിക്സഡ് അസറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. അതിൽ കറണ്ട് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് ക്യാഷായിട്ട് എപ്പോൾ വേണമെങ്കിലും, അതായത് ഷോർട്ട് ടൈം പീരീഡ് എന്ന് പറയും. അതായത് നമുക്ക് ക്യാഷായിട്ട്, ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മുടെ അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ, നമുക്ക് ഒരു വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഫിക്സഡ് അസറ്റ് പോലെ തന്നെ ലോങ് ടൈമാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബാങ്ക്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഈ നോൺ കറണ്ട് അസറ്റ് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന്. അസറ്റ് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതായത് നമുക്ക് അസറ്റ് നമുക്ക് കാണുവാനും അതായത് നമുക്ക് കാണാം, ടച്ച് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയുന്ന അസറ്റുകളെയാണ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഇതാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബിൽഡിങ് മേടിച്ചു, ആ ബിൽഡിങ് നമുക്ക് കാണാം, അതേപോലെ തൊട്ട് നോക്കാം, അതോടെ അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല, ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്നാണ്. ഇപ്പം അതിനുള്ള ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ കമ്പനിയുടെയൊക്കെ ഗുഡ് വില്ല്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞു നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു, ലോങ് ടൈമിലേക്കുള്ളതെന്ന് പറഞ്ഞു, ഫിക്സഡ് അസറ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതിനെ നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയും, എക്സാമ്പിൾ ബിൽഡിങ്, ലാൻഡൊക്കെ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല, അതായത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് കാണുവാൻ സാധിക്കില്ല, അതുപോലെ തന്നെ നമുക്ക് ഗുഡ് വില്ല് അത് കാണുവാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം നോൺ കറണ്ട് അസറ്റ് അങ്ങനെ അങ്ങ് പോകുന്നു. കറണ്ട് അസറ്റ് എന്താണെന്നും പറഞ്ഞു, ഷോർട്ട് ടൈം ആണെന്നും. ഇനി ഫിക്സ്റ്റീഷ്യസ് അസറ്റ് എന്നും പറഞ്ഞൊരു അസറ്റ് കൂടുണ്ട്. ഫിക്സ്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞൊരു അസറ്റ് കൂടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാഞ്ചിബിളും അല്ല, ഇൻടാഞ്ചിബിളും അല്ല. നമുക്ക് കാണുവാനും പറ്റില്ല, ടച്ച് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം മാത്രമുണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കാലക്രമേണ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാലക്രമേണ കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതിനൊരു ഫിസിക്കൽ വാല്യൂ, നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയും. ഇതിനും ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനൊരു ക്യാഷിൻ്റെ രൂപത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഒരു കുറച്ച് ലോങ് ടൈമിലായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്നും പറയുന്നത്. അപ്പം നമുക്ക് അതിനൊരു ഉദാഹരണമാണ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് ഹെവി ചെറിയ അഡ്വർടൈസ്മെൻറ്റ്സ് അല്ല, നമ്മൾ ലാർജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ നടത്തുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തുന്നു. അപ്പോൾ ഈ ക്യാമ്പയിന് വേണ്ടി നമ്മളിപ്പോൾ ഭീമമായിട്ടൊരു തുക ചിലവഴിച്ചു, വലിയൊരു ക്യാമ്പയിനാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തി അതിനുശേഷം അടുത്ത വർഷം അല്ല അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അസറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് നമ്മുടെ സംശയത്തിലേക്ക് വരുമല്ലോ. നമുക്ക് അടുത്ത ഭാഗം ലയബിലിറ്റിയാണ്. എന്താണ് ലയബിലിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ളതിനെ നമുക്ക് ലയബിലിറ്റി എന്ന് പറയാം. നമുക്ക് കൊടുക്കാനുള്ളത് അല്ലേ, കിട്ടാനുള്ളതാണ് അസറ്റ് എന്നൊക്കെ നമുക്ക് ലയബിലിറ്റി എന്ന് പറയുന്നത് കൊടുക്കാനുള്ളതാണ്. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താണ് പറയുന്നത്, ബാങ്ക് ലോൺ. ഇപ്പോൾ ബാങ്ക് ലോൺ നമ്മളെടുത്ത് സ്ഥാപനം തുടങ്ങിയത്, നമ്മുടെ ബിസിനസ് തുടങ്ങിയത് ബാങ്ക് ലോണാണ്. ഇത് കുറേ കാലങ്ങൾ കൊണ്ടേ നമുക്കത് തീർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ലയബിലിറ്റി തന്നെയാണ്. കൊടുക്കാനുള്ള പൈസയാണ്, തിരിച്ചു കൊടുക്കണം, അതൊരു ലയബിലിറ്റി തന്നെയാണ്. അപ്പം നമ്മൾ ഒരു എത്രത്തോളം എമൗണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ കൊടുക്കാനുള്ള ഒന്നെങ്കിൽ ചിലപ്പം നമ്മുടെ ഓണേഴ്സിന് തന്നെയായിരിക്കും. അതായത് നമ്മൾ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഓണേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ബിസിനസ്സിലെ പ്രൊപ്പറേറ്റർ, ഇദ്ദേഹം ഒരു ക്യാപിറ്റൽ മൂലധനം അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതും നമ്മൾ മുമ്പേ പറഞ്ഞ് ലയബിലിറ്റി ആയിട്ട് വരുന്നു. അത് വേറൊരു പ്രിൻസിപ്പിൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അത് ലയബിലിറ്റി ആയിട്ട് കൺഫേം ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കും, ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇതിനകത്ത് തന്നെ വരുന്ന കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ലയബിലിറ്റി പറയുമ്പോൾ അതൊരു ഇൻറ്റേർണൽ ലയബിലിറ്റി ആയിട്ട് തന്നെ നമുക്ക് പറയാം.
അത് ലയബിലിറ്റിക്കകത്ത് പറയുമ്പോൾ ഇൻറ്റേർണൽ ലയബിലിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിലത് പുറമേ ഉള്ള ആളുകൾക്ക് കൊടുക്കാനുണ്ടാവും. ഔട്ട്സൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പൈസ കടം മേടിച്ചത് അല്ലെങ്കിൽ സാധനം കടം മേടിച്ചത് അതിൻ്റെ ഇത് തിരിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ ഇൻറ്റേർണൽ ലയബിലിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ലയബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, തിരിച്ചു കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇൻറ്റേർണൽ ലയബിലിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ലയബിലിറ്റി ഉണ്ട്. കൂടാതെ ഇതിനെ ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും തരംതിരിച്ചിട്ടുണ്ട്. ഈ ലോങ് ടേം ലയബിലിറ്റിയെ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റി എന്നും പറയാം. അവിടെ എന്തായിരുന്നു, ലോങ് ടേം ആയിരുന്നു നമ്മൾ അസറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറഞ്ഞത്. ഇത് ഏതൊക്കെ പേയ്മെൻറ്റ് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ട് കൊടുക്കാനുണ്ട്, തിരിച്ചു കൊടുക്കാനുണ്ടെന്നുള്ളതിനൊക്കെയാണ്. അത് ലോങ് ടേം ആയിട്ടുള്ള, ഞാനിപ്പോൾ പറഞ്ഞ ലോൺസ്, അത് ലോങ് ടേം ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ സാധനങ്ങൾ കടം നൽകുന്നവർക്ക് പൈസ തിരിച്ചു കൊടുക്കാമെന്ന്, അത് ലോങ് ടേം ലയബിലിറ്റി അല്ല. നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ പൈസ തിരിച്ചു തരാമെന്നും പറഞ്ഞ് കുറച്ച് സാധനം മേടിക്കുന്നു, അതൊരു ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ്. അതായത് വിത്തിൻ 1 ഇയർ, അതാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് നമ്മൾ പറഞ്ഞു, ലയബിലിറ്റി പറഞ്ഞു. അസറ്റിൽ നോൺ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്, ഇത്രയും പറഞ്ഞു. ലയബിലിറ്റി വന്നു. ലയബിലിറ്റിയിൽ ഇൻറ്റേർണൽ ലയബിലിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ലയബിലിറ്റി ഉണ്ട്, നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി പറഞ്ഞു, കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റി പറഞ്ഞു. ഇത്രയും ടേംസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ടേംസ്, ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കി, ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കി, ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കി, അസറ്റ് ലയബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഡ്രോയിങ്സ് എന്നും പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, അതായത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഓണർ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളത്. അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്, അതിൽ നിന്നും അദ്ദേഹം തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, ഇപ്പം ഞാൻ 5 ലക്ഷം രൂപ എൻ്റെ ബിസിനസ്സിലിട്ടു. ഒരു ദിവസം ആ ബിസിനസ്സിൽ നിന്ന് എൻ്റെ വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് ടി വി പോയി. അപ്പോൾ അത് വീട്ടിൽ ബഹളം ഉണ്ടായതിനെ തുടർന്ന് ടി വി മേടിച്ച് വെക്കാൻ പോവുകയാണ്. എൻ്റെ വേറെ പൈസ ഇല്ല, ഞാൻ ആ ബിസിനസ്സിൽ നിന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ ഒരു 10-25,000 രൂപ എടുത്ത് ടി വി മേടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അത്രയും മനസ്സിലാക്കി, സിമ്പിളായിട്ട് അത് പറഞ്ഞു പോവുകയാണ്. എൻ്റെ കെട്ടി ഡെഫിനിഷനിലേക്കൊന്നും അല്ല പോയേക്കുന്നത്, സിമ്പിൾ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതാണ് എന്തോന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അസറ്റും ലയബിലിറ്റിയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻകമും എക്സ്പെൻസും ഒക്കെയാണ് നമ്മൾ സാധാരണ കണ്ടത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ ചിലവഴിക്കുന്ന തുകയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ വെറുതെ ചിലവഴിക്കുന്ന പൈസയാണ് അല്ല. നമ്മൾ ആ ബിസിനസ്സിന് ഒരു വരുമാനം ഉണ്ടാകണം, അല്ലെ ആ ബിസിനസ്സിന് മെച്ചം ഉണ്ടാകണം എന്നൊക്കെ കരുതി ചിലവഴിക്കുന്ന പണത്തെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻകം ഉണ്ട്. ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വരവാണ് അല്ലേ. അപ്പം അതിനകത്തൊരു കാര്യമുണ്ട്. ഇൻകം പറയുമ്പോഴത്തേന് എനിക്ക് റവന്യൂ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പറയേണ്ടി വരും. റവന്യൂ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലർക്കൊരു ധാരണയുണ്ട്. റവന്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ എന്താ, വരുമാനം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്ക് ചിലർക്കൊരു വരുമാനമുണ്ട്, പ്രോഫിറ്റാണോ റവന്യൂ എന്ന് കണക്കാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ സാധനങ്ങൾ വിറ്റ്, അതായത് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം, അതായത് നമ്മുടെ സാധനങ്ങൾ വിറ്റ് നമുക്ക് നേടുന്ന തുകയെ മൊത്തത്തിൽ നമുക്ക് റവന്യൂ എന്ന് പറയാം. അപ്പം റവന്യൂവും ഇൻകവും രണ്ടാണ്, പ്രോഫിറ്റും വേറെയാണ്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു, അതിൻ്റെ മൊത്തം വിലയ്ക്ക് തന്നെ നമ്മളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഈ ഇൻകം എന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻകം ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്നാണ്. ഇൻകം എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്നാണ്.
അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. ഇൻകം ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചിലവുകളൊന്നും നടത്താതെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനം അല്ലെ എമൗണ്ടിനാണ്, ടോട്ടൽ മണി ബിസിനസ്സിന് നമുക്ക് സെയിൽസ് വഴി കിട്ടുന്ന എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ ചിലവുകൾ കുറച്ച് കഴിയുമ്പോഴത്തേനാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റവന്യൂ, ഇൻകം, എക്സ്പെൻസ്, പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ലാഭം. നമുക്ക് ചിലവായ തുകയേക്കാൾ കൂടുതൽ ലഭിക്കുന്ന തുകയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലയോ? അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കറക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു, 5 രൂപയുടെ പേന മേടിച്ചു. അപ്പം പേന ഒത്തിരി കൊണ്ടുവന്നതിനകത്തൊരു ചിലവുണ്ടാവും. ഇപ്പോൾ ഒരു 50 പൈസയാണ് കൂട്ടിയിട്ട് നമ്മൾ 5.5 രൂപയ്ക്ക് ചിലവായത് 5.5 രൂപയാണ്. അതിൻ്റെ അടുത്തൊരു 50 പൈസ കൂട്ടിയിട്ട് 6 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 50 പൈസയുള്ളൂ അവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ചിലവായ തുകയാണ് 5.5 രൂപ, അല്ലാതെ സാധനത്തിൻ്റെ തുകയല്ല. സാധനത്തിൻ്റെ തുക 5 രൂപയുള്ളൂ. അപ്പോൾ ചിലവായ തുകയേക്കാൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്ന തുകയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ലോസ് എന്ന് പറയുന്നത് നമുക്ക് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വരുവാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ലോസ് ഉണ്ടാവും. നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ ജേണൽ, വൗച്ചർ. അപ്പം ഞാൻ പറഞ്ഞ അന്നേരം ജേണലും വൗച്ചറും രണ്ടാണ്. നമ്മൾ ഇടുമ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞിടുന്നതെല്ലാം ജേണലാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളിപ്പം പറയും വൗച്ചർ ഇടാൻ പറയും 250, പക്ഷേ അതെല്ലാം ഒരു ജേണൽ എൻട്രിയാണ്. വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ്, അതായത് ഈ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി, നമ്മൾ ബില്ല് മേടിച്ച് വെച്ചിട്ടാണല്ലോ. ഇപ്പോൾ ഒരു പേന മേടിച്ചു, അത് നമ്മളെങ്ങനെയാണ്, നമ്മൾ ജേണൽ എൻട്രി ഇടുന്നു. ജേണൽ എൻട്രി വെറുതെ 10 രൂപയുടെ പേന മേടിച്ച് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ് വരുമ്പോൾ ചോദിക്കില്ലേ, എന്ത് ചെയ്തിൻ്റെ പ്രൂഫ്, ഇതിനെന്താണ് നിങ്ങളിത് കൊടുത്തെന്നുള്ളതിന് തെളിവ്. അപ്പം നമ്മളതിനെന്നാ കാണിക്കുന്നത്? ബില്ല് കാണിക്കും. അതൊരു വൗച്ചറാണ്. ഇനി അല്ല, ഒരാളെ വണ്ടി വിളിച്ചുകൊണ്ട് പോയി, അയാൾ ബില്ലല്ല തരുന്നത്, നമ്മളെന്താ എടുക്കുന്നത്? വൗച്ചർ ഒപ്പിട്ട് മേടിക്കുന്നു. ആ വൗച്ചർ ഒരു പ്രൂഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പ്രൂഫിനെയാണ്, ട്രാൻസാക്ഷന് നടക്കുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൂഫിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടേമും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലിരിക്കട്ടെ. ബാക്കി വല്ല ടേംസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കുമ്പോഴത്തേന് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടേംസായി. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതായത് ഈ ബിസിനസ് സിസ്റ്റം നമ്മൾ ഇപ്പോൾ എന്ത് കാര്യത്തിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. സംഘടനയാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ബിസിനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ബേസിക് അക്കൗണ്ടിങ്, അതായത് ബിസിനസ്സിൻ്റെ സിസ്റ്റത്തിൽ ചില കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നു. അതിനെ നമുക്ക് അസംഷൻസ് എന്ന് പറയാം. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് ചില കണ്ടീഷൻ ഫോളോ ചെയ്യണം. അതിനെയാണ് നമ്മൾ ബേസിക് അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റും ഉണ്ട്. ആ ബേസിക് കോൺസെപ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഈ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയും, ഈ ട്രാൻസാക്ഷൻസ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ പറയും. അപ്പം അതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബേസിക് അക്കൗണ്ടിങ് അസംഷൻസ് അത് വേറെയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കണ്ടീഷൻസാണ് ബിസിനസ്സിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ പരീക്ഷയിൽ ധാരാളം ചോദിക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് പറയാം. അതിനുശേഷം ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം ചിലപ്പോൾ 1/2 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നേക്കും, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മാക്സിമം. ഓക്കെ, ഞാൻ അതിലേക്ക് പോവുകയാണ്.
അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ടേംസ് പറഞ്ഞു, ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, പ്രോസസ്സ് പറഞ്ഞു, ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ്സിംഗ് ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്കാണ് പോകുന്നത്. അക്കൗണ്ടിങ് അസംഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംഷനെ കുറിച്ച് പറയുകയാണ്. അതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറയും. അതായത് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേൾക്കുന്നൊരു വാക്കാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. മിക്കവാറും അത് നോട്ടുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ വായിച്ചപ്പോഴൊക്കെ കേട്ട് കാണും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കണ്ടു കാണും. അപ്പം എല്ലാം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങളതൊന്ന് കേട്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ 2-3 തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ എക്സാമ്പിൾ വെച്ചത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ അത് കൂടുതലായിട്ട് പിടികിട്ടും. ഈ കാര്യങ്ങൾ എല്ലാം ഒന്ന് ശരിക്കൊന്ന് കേട്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ എൻറ്റിറ്റി കൺസെപ്റ്റാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റിയിലൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഒരാൾ ആ ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണെന്ന് പറഞ്ഞു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എങ്ങനെ നമ്മൾ ലയബിലിറ്റിയിലേക്ക് എത്തി, അത് ക്യാപിറ്റൽ എങ്ങനെയാണ് ലയബിലിറ്റിയിലേക്ക് വന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡൗട്ട് ക്ലിയർ ആക്കാൻ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. കോൺസെപ്റ്റല്ല, ഈ ഒരു അസംഷൻ, അതായത് എൻറ്റിറ്റി അസംഷൻസ്, അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബിസിനസ്സും ഓണറും രണ്ട് പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് വേറെ, ഓണർ വേറെ. ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് മാൻ, ബോത്ത് ആർ സെപ്പറേറ്റ്. ഇതാണ് സിമ്പിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത് ഇതാണ്. രണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അയാൾ അതിനകത്ത് ഓണർ പൈസ മുടക്കുന്നു, അവർ നൽകുന്നതിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്രെഡിറ്ററായിട്ട് അതിനകത്ത് മാറിയിരിക്കുന്നു ആ ഒരു ബിസിനസ്സിൽ. അപ്പം ക്യാപിറ്റൽ എന്തോ ആയിട്ട് വന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ വരുന്നു. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പം നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഓണറും ബിസിനസ്സും രണ്ടാണ് എന്ന് പറയുന്നത് ഏത് കോൺസെപ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് അസംഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറ്റിറ്റി അസംഷനാണ് എന്നുള്ള, അല്ലെങ്കിൽ സിമ്പിൾ എൻറ്റിറ്റി അസംഷൻസ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മണി മെഷർമെൻറ്റ്, അടുത്ത അസംഷനാണ് മണി മെഷർമെൻ്റ് എന്ന് പറയുന്നത്. മണി മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആ ഒരു വാക്കിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? പണം. അതായത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെടാവൂ. ഞാൻ മുമ്പേ അത് പറഞ്ഞിരുന്നു, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതായത് പണമോ പണത്തിന് തുല്യമായതോ, അങ്ങനെ കൂടെ പറയാം കേട്ടോ, പണമോ പണത്തിന് തുല്യമായതോ ആണ് നമ്മൾ എവിടെ രേഖപ്പെടുത്താൻ പാടുള്ളൂ, ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത ഒരു അസംഷൻ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ, ആ വാക്കിനകത്തും ചില കാര്യങ്ങളുണ്ട്. അതായത് ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ്, അതായത് ലോങ് ടൈമിലേക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യപ്പെട്ടേക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗോയിങ് കൺസേണിനകത്താണ്. അതായത് ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ 1 വർഷം കൊണ്ട് നിർത്താം, 2 വർഷം കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞല്ല. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് അതിനൊരു പീരീഡ് ഇല്ല, കാലങ്ങളോളം നമ്മൾ മെച്ചമുണ്ടാക്കി പോകണം എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നീട് പലതും സംഭവിച്ച് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പം പോയെന്നൊക്കെ വരാം. പക്ഷേ നമ്മൾ അക്കൗണ്ടിങ് ഒരു അസംഷൻ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. ലോങ് പീരീഡിലേക്ക് ബിസിനസ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡാണ് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്? എല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്കൊരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട് അല്ലേ? നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ.
അതായത് അതായത് സാധാരണഗതിയിൽ 365 ദിവസം, അതായത് ഒരു വർഷമൊക്കെയാണ് എന്തോന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്ക് ചില വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 6 മാസമോ 3 മാസമോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അത് നമ്മൾ നോക്കണ്ട. എന്താണേലും ഈ അക്കൗണ്ടിങ് പീരീഡ് അസംഷനകത്ത് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ പോലെ അതെല്ലാം കൃത്യമായ കാലഘട്ടങ്ങളിലാക്കി നമ്മളത് തയ്യാറാക്കി ആ ഒരു അക്കൗണ്ടിങ് പീരീഡിനകത്ത് തന്നെ അത് റെഡിയാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പറയുന്നത് ആണ്. അതായത് നമ്മളൊരു കാലയളവിനകത്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലയളവിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ബിസിനസ്സിലെ ഒരു അസംഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് അസംഷനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. എൻറ്റിറ്റി പറഞ്ഞു, ബിസിനസ് ഓണറും രണ്ടാണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ലയബിലിറ്റി ആണെന്ന് പറയുന്നതും എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. മണി മെഷർമെൻറ്റ്, പണവുമായി ബന്ധപ്പെട്ട് അതായത് മണി ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഗോയിങ് കൺസേൺ, ലോങ് പീരീഡ് അതായത് ലോങ് ടൈം അല്ലേ, ബിസിനസ് ലോങ് ടൈമിലേക്കാണ്. അക്കൗണ്ടിങ് പീരീഡ്, ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടായിരിക്കണം. നോർമലി ഉള്ളത് 1 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ. ഇതാണ് പ്രധാനപ്പെട്ട ചില അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഈ പറയുന്നതെല്ലാം കേട്ടോ. ഇനി ചില ബേസിക് കൺസെപ്റ്റും കൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ പറഞ്ഞു അസംഷൻസ് എന്തിനാണെന്ന് പറഞ്ഞു. ബിസിനസ്സിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യാനാണ് അസംഷൻ എന്ന് പറയുന്നത്. പക്ഷേ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് അതിലെന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം, ട്രാൻസാക്ഷൻ ഏത് രീതിയിൽ ചെയ്യണം, അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവൽ എന്താണ്? ഡ്യുവൽ എന്ന് പറയുമ്പോൾ രണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് നമുക്ക് ആ 2 ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ പിടികിട്ടി കാണും. ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഈ പറഞ്ഞു വരുന്നത്. ബുക്ക് ഓഫ് എൻട്രിയിലുള്ള ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2 ആസ്പെക്റ്റ് കാണും എല്ലാ ട്രാൻസാക്ഷൻക്കും 2 വശങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്രെഡിറ്റും ഡെബിറ്റും. ആദ്യം നമ്മൾ ജോയിൻ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്ന സാധനമാണ്. ഒരു തരത്തിലും മനസ്സിലാകത്തില്ല, ഇതെങ്ങനെ ക്രെഡിറ്റ് ആകുന്നു, ഇതെങ്ങനെ ഡെബിറ്റ് ആകുന്നു എന്നുള്ളത്. പല കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. എന്താണെങ്കിലും ശരി, ഡെബിറ്റ് ക്രെഡിറ്റ് അതാണ് ഡ്യുവൽ ആസ്പെക്റ്റിനകത്ത് പറയുന്ന കൺസെപ്റ്റിനകത്ത് പറയുന്നത്. 2 ഭാഗങ്ങളുണ്ട്. ഏതാണ്? ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പം ഒരു സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണെങ്കിൽ മറ്റേ സൈഡ് ക്രെഡിറ്റ് ആയിരിക്കും. എല്ലാ ട്രാൻസാക്ഷനും അത് ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനിലും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അത് ഡ്യുവൽ ആസ്പെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ പറയും. ഇതിൻ്റെ ഭാഗമായിട്ടൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. അസറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അസറ്റ് ഈസിക്കൽ ടു എന്താണ്? മുമ്പേ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തിൽ ബാലൻസ് ഷീറ്റ് അസറ്റും മറ്റേ ഭാഗത്ത് ലയബിലിറ്റിയും വരും. അപ്പോൾ ഈ അസറ്റ് എന്ന് പറയുന്ന സാധനം ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. മുമ്പേ ഞാൻ പറഞ്ഞു ക്യാപിറ്റലിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംശയമൊന്നും വേണ്ട, അസറ്റ് ഈസിക്കൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. അത് ചിലപ്പോൾ മാറി മറിച്ചൊക്കെ ചോദിക്കാം. ക്യാപിറ്റൽ ഈസിക്കൽ ടു എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി ആയിരിക്കും. സിമ്പിളായിട്ട് ഉത്തരം എഴുതാം. ഓക്കെ. അതുപോലെ തന്നെ അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആയിരിക്കും ലയബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഉത്തരങ്ങളൊക്കെ മാറി മറിച്ചൊക്കെ ചോദിക്കാം. പക്ഷേ ഇത്ര ശ്രദ്ധിക്കുക, അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയൽ ബാലൻസ് മനസ്സിൽ കണ്ടാൽ മതി. ട്രയൽ ബാലൻസിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആയിരിക്കും എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റിൻ്റെയും കൂടെ ഭാഗമായിട്ട്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, ഡെബിറ്റ് ക്രെഡിറ്റ് ഉള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് ബിസിനസ്സിൽ ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിസിനസ്സിന് റവന്യൂ എപ്പോഴും കൂടിയിരിക്കണമെന്നാണ്. നമ്മുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ മൊത്ത വരുമാനം.
ഈ മൊത്ത വരുമാനം എപ്പോഴും കൂടിയിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് അതാണ് പ്രോഫിറ്റ് കൂടാൻ ഉള്ള ഒരു നല്ലൊരു മാർഗ്ഗം. അപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞിരിക്കണം. റവന്യൂ കൂടിയിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് റവന്യൂ കൂട്ടുക, എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് എന്താ പറ്റും? നല്ല രീതിയിൽ കൂടിക്കൊണ്ടുവരും. അപ്പോൾ എക്സ്പെൻസ് ആൻഡ് റവന്യൂ ആനുപാതികമായിട്ടായിരിക്കണം പോകുന്നത്. അതാണ് ഈ ഒരു മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എല്ലാ എക്സ്പെൻസും റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ കമ്പയർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനിയുള്ളതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോഴത്തേന് ഒരു സാധനം നമ്മളിപ്പോൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുക, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് വാങ്ങുന്ന സമയത്തെ ഒരു പ്രൈസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതാണ് ഈ കോസ്റ്റ്. അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു. അപ്പം ആ ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ചിലവുകളോടുകൂടി, അതായത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു പ്രിൻ്റർ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഞാൻ ഒരു ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. അപ്പം 100 രൂപ അതിന് ചിലവായി. അപ്പം നമ്മളൊരു പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് പ്ലസ് നമുക്ക് ആ കൊണ്ടുവരാനുണ്ടായ ചിലവ് അത്രയും വേണം. അതാണ് നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് ചിലവെന്ന് ടോട്ടൽ ചിലവെന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ എത്രയാണോ അതിൻ്റെ വില, അതിൻ്റെ കൂടെ ഉണ്ടായ ചിലവുകൾ കൂടി കൂട്ടിയിട്ട് നമ്മളത് രേഖപ്പെടുത്തണം എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ചില കോൺസെപ്റ്റുകൾ മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിസ്ക്ലോഷർ എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അത്. പിന്നെ വേരിയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് എന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ബില്ല്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി ചേർന്നിട്ടു അതിൻ്റെ വൗച്ചർ കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ളൊരു ബില്ല് റെക്കോർഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് വേരിയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എവിഡൻസ് വേണം എല്ലാ കാര്യങ്ങൾക്കും. ബിസിനസ് ട്രാൻസാക്ഷനാണ്, അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ എവിഡൻസിന് വലിയൊരു വാല്യൂ ഉണ്ട്. നമ്മൾ വെറുതെ രേഖപ്പെടുത്തി പോകാൻ പറ്റത്തില്ലോ. അതെല്ലാം കൃത്യമായിട്ടൊരു കണക്കുകൾ ബോധിപ്പിക്കേണ്ടതല്ലേ. അതുപോലെ തന്നെ റവന്യൂ റിയലൈസേഷൻ എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി പറയുന്നുണ്ട്. ബിസിനസ്സിലെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് സെയിൽസാണ്. സെയിൽസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറുടെ കയ്യിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, റവന്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധനം സെയിൽ കൊടുത്ത ഒരാൾ, നമ്മളത് വേറൊരാൾക്ക് കൊടുത്തു, അത് അയാളുടെ കയ്യിലെത്തി, അത് പണം നമുക്ക് അതിൻ്റെ കിട്ടി എങ്കിൽ മാത്രമേ അവിടെ ഒരു റവന്യൂ വരുന്നുള്ളൂ. അങ്ങനെ റവന്യൂ ആയിട്ട് കണക്കാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഈ ബിസിനസ്സിൻ്റെ 2 ഭാഗങ്ങളെന്ന് പറയുന്നത്, ബിസിനസ്സിലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങളെന്ന് പറയുന്നത്, അതിനകത്ത് ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസാക്ഷൻ അത് റെക്കോർഡ് ചെയ്യുന്നതിന് കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് അസംഷനായിട്ടും കൺസെപ്റ്റായിട്ടും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ കഴിഞ്ഞു. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളത് കാണുക. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ. അതിൽ ഒരു 1ാമത്തെ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? വായിക്കാമല്ലോ? ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? ഇതിലേതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് എന്നാണ് ചോദ്യം, അല്ലേ? സോമൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത്
നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾക്കെല്ലാം നിങ്ങളൊന്ന് കണ്ണോടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ മുതൽ ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പറഞ്ഞതും വരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാം. ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ? വോയിസ് കേൾക്കുന്നില്ല, മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. വോയിസ് അത് തന്നെയല്ല വേണ്ട, എല്ലാവരും കൂടെ പറയുമ്പോഴത്തേന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, അപ്പോൾ അതിന് കാരണമുണ്ട്. സി ആണ് ആൻസർ എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ബിസിനസ്സിലെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ബിസിനസ്സിലെ ഒരു ട്രാൻസാക്ഷന് അത് വാല്യൂ ചെയ്യുന്നത് മോണിറ്ററി വാല്യൂ, അതായത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ക്യാഷ് ട്രാൻസാക്ഷനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷനകത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷനുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പൈസ കിട്ടിയ കേസ് ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് വരും. ഇനി നമുക്ക് ഫ്യൂച്ചറിലാണ് പൈസ കിട്ടുന്നെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ട് വരും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് ഇവിടെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എയിലും ബിയിലും ഡിയിലും പറഞ്ഞിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിന് മനസ്സിലാവും, എല്ലായിടത്തും തുക എഴുതി വെച്ചിട്ടുമുണ്ട്. എന്നാൽ സിയിൽ പറയുന്നത് റിസീവ്ഡ് എ പ്രൈസ് ലിസ്റ്റ് ഫ്രം സപ്ലൈസ്, അത് പണവുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാം, നമുക്ക് ആൻസർ ഏതാണ്? സി ആണെന്ന് പറയാം. സിമ്പിൾ ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതിലേതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ആൻസർ? അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അക്കൗണ്ടിങ് പലയിടത്തായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ട്രാൻസാക്ഷൻ ഈസ് ആൻ ഈവൻറ്റ് അഫക്റ്റിംഗ് ആൻ അക്കൗണ്ടിങ് ഫിഗർ അല്ലേ? ട്രാൻസാക്ഷൻസ് നടക്കുമ്പം നമ്മൾ ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞതിനകത്തല്ല അതിൻ്റെ കാര്യങ്ങളുണ്ട്. ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ സിസ്റ്റമാറ്റിക് മാനറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മണി ടേംസിലായിരിക്കണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ABC ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലയോ? അപ്പം നമുക്ക് ആൻസർ ഡി ആണ്. ഓൾ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ആർ ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതും പിടികിട്ടി, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ചോദ്യം, ക്രെഡിറ്റ് മീൻസ് എന്താണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് കൺഫ്യൂഷൻ ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചോദ്യം ക്രെഡിറ്റ് മീൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾ. റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷന്, ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷന്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്, ഗെയിൻ ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷന് സാധാരണഗതിയിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആൻസർ ആരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. എല്ലാവരും സി ഡി എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ലേ? ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാനുണ്ടോ? ഇപ്പം ഞാൻ ഉദാഹരണം, നമ്മൾ ഒരു സാലറി, ഇപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം അതായതുകൊണ്ട് അതിലേക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. നമ്മൾ ഒരു സാലറി കൊടുക്കുമ്പം നമ്മൾ ഡെബിറ്റ് ചെയ്ത് ഒരാൾക്ക് സാലറി കൊടുത്തു, ഡെബിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരാൾക്ക് സാലറി കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ എക്ക് ഡെബിറ്റ് ചെയ്യണോ അതോ സാലറി ആണോ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഏതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? നിങ്ങളും കൂടെ പറഞ്ഞാൽ കേൾക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു. ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഡ്യുവൽ ആസ്പെക്റ്റ് ഒക്കെ പറഞ്ഞു, ഡെബിറ്റും ക്രെഡിറ്റും പറഞ്ഞു. ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, അതായത് വാട്ട് കംസ് ഇൻ ആണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ട് ഗോസ് ഔട്ടാണ് ഏത് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി. അതായത് വരുന്നത് അതിനെ നമുക്ക് ഡെബിറ്റ് എന്ന് പറയാം, പോകുന്നതിനെ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയേ, റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ, അപ്പോൾ അതെന്താണ്? വരുന്നതാണ്, അതല്ല ക്രെഡിറ്റ്. ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ അല്ലയോ, ഗോസ് ഔട്ട്, പോകുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ സംശയം അത് തോന്നാം. സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് ആൻസർ ആവാൻ. പിന്നെ അടുത്ത ആൻസർ സി, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. അതും ശരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലെഡ്ജറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചാണ് ആ ഒരു ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആൻസർ കീയിൽ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാം. ഗിവിങ് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ, അവിടെ എന്താണ് തെറ്റെന്നുള്ളൊരു ചോദ്യം വരാം. നാലാമത്തെ പിന്നെ ഒട്ടുമല്ല. അപ്പം നമുക്കതിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സാലറി ഒരാൾക്ക് കൊടുക്കുന്നു. ഈ സാലറി നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അവിടെ നമ്മൾ സാലറി ആൾക്ക് കൊടുത്തോ, അവിടെ അല്ലേ നമ്മൾ ഇപ്പം നമ്മളൊരു സാലറി കൊടുക്കുന്നത്, നമ്മളിവിടെ സാലറി പോയി, ക്യാഷ് പോയി, അതെവിടെയാണ് നമ്മൾ, അതൊന്നും ഒരു ഗിവിങ് ആസ്പെക്റ്റാണ്. അപ്പോൾ അത് ക്രെഡിറ്റാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ആൻസർ ബി വരാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ലെഡ്ജർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ഡെബിറ്റ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിലാണ് നമ്മൾ ക്രെഡിറ്റ് കാണുന്നത്. അതായത് ഈ ലെഡ്ജറിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ടി ഷേപ്പിലാണ്. ടി ഷേപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ടി നടുക്കൂടെ വര വരുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആണ്. അക്കൗണ്ട് എന്നുള്ളതല്ല, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെയായിരുന്നു ഒന്നുകൂടെ ക്ലിയർ. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് ബിയും സിയും ഏകദേശം അത് രണ്ടും കറക്റ്റാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അത് ഈ ഡബിൾ എൻട്രി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം നോക്കുമ്പോൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകാം. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ, ഇപ്പം നിങ്ങൾക്ക് ചോദ്യം നമ്പർ 4 കണ്ടു കാണുമല്ലോ. ചോദ്യം നമ്പർ 4 കാണുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ്. എന്താണ് പറഞ്ഞത്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു, ഡ്യുവൽ ആസ്പെക്റ്റ് പറഞ്ഞപ്പോഴത്തേന്, കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴത്തേന്. അപ്പം അതിനകത്ത് നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പഠിച്ചതിനകത്തും നമുക്ക് കിട്ടും. ഡി ഏതാണ് ആൻസർ പറഞ്ഞോളൂ. നാലാമത്തെ ചോദ്യം ആൻസർ ഡി. അതെല്ലാവർക്കും അറിയും, ഇപ്പോൾ പഠിച്ചപ്പോൾ വളരെ ഈസി ആയി കാണും. 5ാമത്തെ ചോദ്യം, അതും നമ്മൾ ഇന്ന് പഠിച്ചു. ദി പ്രോസസ് ഇൻ വിച്ച് ദി ട്രാൻസാക്ഷൻ. ഇത് നേരത്തെ വർഷങ്ങളിലെ ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളോട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യപേപ്പറാണ് ഈ കാണുന്നത്. ഇത് അസിസ്റ്റൻ്റ് മാനേജർ ലെവലിലാണ്. ഞാൻ പറഞ്ഞില്ല, 2ആയിട്ട് ക്ലാസ് എടുക്കുന്നു. ഇത്തവണ നമ്മൾ ബേസിക് ലെവല്, അവിടെ നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നു. ആ പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അവിടെ ഞാൻ കുറച്ച് മാനേജേഴ്സ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് നേരം കൂടി, ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയിട്ട് 1.25 മണിക്കൂറാകുന്നു. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയോ എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്തത് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി എന്ന് പറഞ്ഞു. അത് നമ്മൾ പഠിച്ചിരുന്നു. ദി പ്രോസസ് ഇൻ വിച്ച് ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ഏതാണ്? ജേണലാണ്. ഫസ്റ്റ് എൻട്രി ഏതാണ്? ജേണലാണ്. അപ്പോൾ ജേണലിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞിരുന്നു, ജേണലൈസിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജേണലൈസിങ് ആണ്. അതേസമയം നമ്മൾ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുന്ന പ്രോസസ്സിനെ എന്ത് പറയുമായിരുന്നു? പോസ്റ്റിംഗ് എന്ന് പറയും. ഈ അഡ്ജസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില എൻട്രികൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എൻട്രികളുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിക്കേണ്ട, അത്രയേ ഉള്ളൂ. അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം അതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതാണ്? എൻട്രി മേക്കിങ്. അതും ഈ നമ്മൾ എൻട്രി ഇടുന്നത് ആദ്യം നമ്മൾ ഈ ജേണൽ റെക്കോർഡ് ചെയ്യണമെന്ന്. അപ്പം ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലാണ്. ആ പ്രോസസ്സിനാണ് ജേണലൈസിംഗ് എന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എൻട്രി മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെ നമ്മൾ എൻട്രി എഴുതി പോകുന്നതിനാണ് എൻട്രി മേക്കിംഗ് എന്ന് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എൻട്രി ആയിട്ട് അങ്ങ് എഴുതി പോവുകയാണ്. അതിനാണ് നമ്മൾ എൻട്രി മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത് ചില എൻട്രികൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം ഒരാൾ തന്നെയാണ് നമ്മളിവിടെ ബിസിനസ്സിൽ ഇപ്പം ഡെപ്റ്ററായിട്ടും ക്രെഡിറ്ററായിട്ടും ഒക്കെ ഒരാൾ തന്നെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബിസിനസ്സിലെ ഓണർ, അയാൾ ക്രെഡിറ്ററും ഡെപ്റ്ററും ഒക്കെ ആയിട്ട് വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചില എൻട്രികൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ അതിനെയാണ് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ജേർണലൈസിംഗ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ, പർച്ചേസ് ഓഫ് മിഷനറി ഫോർ ക്യാഷ്. അവിടെ മുതലാണ് ഈ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിൻ്റെ ആൻസർ? ആൻസർ സി ആണ്. അതിൻ്റെ കാരണം അറിയാവുന്നവരുണ്ടോ? നമ്മൾ ആൻസർ അല്ല അറിയേണ്ടത്. ആൻസർ ഒക്കെ നിങ്ങൾ പറഞ്ഞു, അതിൻ്റെ റീസൺ ഈ പറഞ്ഞൊക്കെ അറിയാവോ? അറിയാമെങ്കിൽ അത് പറയണ്ടല്ലോ, അടുത്ത കാര്യത്തിലേക്ക് പോകാമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാണ്. റീസൺ അറിയാവോ? എന്താണ് പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്? രണ്ട് അസറ്റ്. ഓക്കെ, ഒരാൾ പറഞ്ഞ് 2 അസറ്റ്. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് തന്നെയാണ്, ശരിയാണ്, 2 അസറ്റാണ്. ഇവിടെ ഒരു അസറ്റ് എന്തായി കൺവേർട്ട് ചെയ്ത് മറ്റൊരു അസറ്റായിട്ട് മാറി. നമുക്കറിയാം, നമ്മൾ പർച്ചേസ് ഓഫ് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു മെഷീനറി നമ്മുടെ ഇങ്ങോട്ട് ഫിക്സഡ് അസറ്റ് ആയിട്ട് കയറി വരുന്നു. അപ്പം നമ്മുടെ വേറൊരു അസറ്റാണ് പോകുന്നത്. ഏത് അസറ്റാണ് പോകുന്നത്? ക്യാഷ്. ഈ നമ്മുടെ മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് അസറ്റായിട്ട് നമ്മളിലേക്ക് വരുന്നു. അപ്പം നമുക്കവിടെ നമ്മുടെ ഒരു അസറ്റ്, ക്യാഷ് എന്ന് പറയുന്നത് ഏത് അസറ്റായിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ് പഠിപ്പിച്ചത്? ക്യാഷ് ഏത് അസറ്റാണ് ഒന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് എന്തായിരുന്നേ? ക്യാഷ് ഏത് അസറ്റിൽ വരും? കുറച്ച് മുമ്പേ പറഞ്ഞതാണ്. അതെ, കറണ്ട് അസറ്റ്. മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മളെന്തോ സംഭവിച്ചു? ഇവിടെ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും 2 കാര്യങ്ങളാണ് വന്നത്. മെഷീനറി ഇൻക്രീസ് ചെയ്തു, ഫിക്സഡ് അസറ്റ് കൂടി. ഇവിടെ എന്താ പറ്റി? ക്യാഷ് കുറഞ്ഞു, കറണ്ട് അസറ്റ് കുറഞ്ഞു. അപ്പം അസറ്റ് ടോട്ടൽ വരുമ്പം വ്യത്യാസപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പം നോ ചേഞ്ച് ഇൻ ദി ടോട്ടൽ അസറ്റ്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അറിയില്ല. ഓക്കെ, പറഞ്ഞു. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ലോങ് ടേം കൊണ്ട് നമുക്ക് ബെനഫിഷ്യൽ ആകുവാണെങ്കിൽ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്കൊരു എന്താണ് സിമ്പിളായിട്ട് പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്കൊരു ലോങ് ടേം കൊണ്ട് ബെനിഫിഷ്യൽ ആകുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റാണ്. അസറ്റിലേക്ക് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അതിനകത്തൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, നമുക്ക് ലാർജ് മെഷീനറി, ബിൽഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് പറയാം. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എവിടെ രേഖപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് ഷോർട്ട് ടൈം ആണ്. നമ്മൾ എല്ലായിടത്തും നമ്മൾ മുമ്പ് ലയബിലിറ്റിയും അസറ്റും എല്ലാം പഠിച്ചു, ലോങ് ടൈം ഷോർട്ട് ടൈം എല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് ഷോർട്ട് ടൈം ആണ്, ഇമ്മീഡിയറ്റ് ബെനിഫിറ്റാണ്, എക്സ്പ്രസ്ഡ് ഓൺ ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇതെന്തോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസ് സൈഡിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും, എക്സ്പെൻസ് സൈഡിലായിരിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അസറ്റിലാണ്, അതുകൊണ്ട് ഇൻക്രീസ് അസറ്റാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. ഇത് രണ്ടും മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ ഇപ്പം സാലറി ഓരോ മാസം കൊടുക്കുന്നത് ഷോർട്ട് ടൈമിലില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ അങ്ങനെയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചുകൊള്ളുക. ചോദ്യം കാണാമല്ലോ. 8ാമത്തെ ചോദ്യം ഒന്ന് നോക്കുക. Which of the following is not a feature of the separate
എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്നിട്ട് ആൻസർ പറയും. നോക്കിയിട്ട് പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? സി. അതിന് കാരണം എന്താണ്? നോട്ട് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബിസിനസ് ഓണറും സെപ്പറേറ്റ് ആണെന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് എയിൽ വന്നു. അപ്പോൾ അതല്ല. പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദി ഓണർ ഷുഡ് നോട്ട് ബി കൺസിഡേർഡ്. ഓക്കെ, അതും അതിൻ്റെ ഭാഗം തന്നെയാണ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ഫോളോഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്. അതും ശരിയാണ്. അപ്പം ബിസിനസ് ഷുഡ് നോട്ട് ബി ഡിസോൾവ് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റാണെന്ന് കൂടെ നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗോയിങ് കൺസേൺ. വെരി ഗുഡ്, എല്ലാവരും പഠിച്ച്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ബിസിനസ് വളരെ ലോങ് ടൈമിലേക്കാണെന്നാണ് നമ്മൾ ഏത് പഠിച്ചിരിക്കുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത് സി ആണ്. സി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം. ക്യാഷ് ബുക്ക് ഈസ് ക്രെഡിറ്റഡ് വിത്ത്. ക്യാഷ് ബുക്ക് ഈസ് ക്രെഡിറ്റഡ് വിത്ത്. ആൻസർ ഏതാണ് പറഞ്ഞത്? ആൻസർ പറയാമോ? എനിബഡി ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ക്യാഷ് ബുക്ക് ഈസ് ക്രെഡിറ്റഡ്. അപ്പം നിങ്ങൾക്ക് അതിനകത്തൊരു വാക്ക് മനസ്സിലായി കാണും. എന്താണ്? 4 ഓപ്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ്, ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഈ 4 ടേംസ് ഒന്ന് നോക്കുക. ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊരു സാധനം വിൽക്കുകയാണ് അല്ലേ? നമ്മുടെ ബിസിനസ്സിന് നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമ്മൾ പറയും 20%, 50% ഓഫറുണ്ട്, ഡിസ്കൗണ്ട് ഓൺ സെയിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ നമ്മളത് വിൽക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളത് വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനം 200 രൂപ വില കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നത് 800 രൂപയ്ക്ക് തരുന്നു. അതിൻ്റെ ഒറിജിനൽ വിലയൊന്നും നമ്മൾ പറയുന്നില്ല. ഒറിജിനൽ വിലയൊക്കെ ചിലപ്പോൾ പലതായിരിക്കാം. എന്താണെങ്കിലും ശരി, നമ്മൾ 1000 രൂപയുടെ സാധനം 800 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ 200 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മളെവിടെയും കാണിക്കുന്നുണ്ടോ? നമ്മളെങ്ങും കാണിക്കാറില്ല. ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മളത് രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് വിട്ടേക്കുക. ഈ ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, അതും നമുക്ക് ബാധകമല്ല, അതും കാണിക്കാറില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്, അതുപോലെ തന്നെ അലൗഡും ഉണ്ട്. ഇപ്പം നമ്മൾ എന്താ ഒരു കസ്റ്റമറുടെ നിന്ന് നമ്മളൊരു ഒരിടത്ത് പോയൊരു സാധനം മേടിച്ചു. ഇപ്പം നമ്മൾ ഒരു 5000 രൂപയുടെ സാധനം മേടിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ 5 ഇൻസ്റ്റാൾമെൻറ്റ് 1000 രൂപ വെച്ച് 1000 രൂപ വെച്ച് 5 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നമ്മൾ ഈ പൈസ തിരിച്ചടയ്ക്കാനുള്ള കണ്ടീഷൻ മേടിച്ചു. നമ്മളങ്ങനെ 5000 രൂപയും ഓരോ മാസം വെച്ച് അടച്ചു കഴിഞ്ഞപ്പോഴത്തേന് കൃത്യമായിട്ട് നമ്മൾ ഫോംറ്റായിട്ടൊക്കെ നമ്മൾ അടച്ചതുകൊണ്ട് നമുക്ക് അവരെന്നെ എടുത്തു, നമുക്ക് ഒരു 500 രൂപ ഇങ്ങനെ തിരിച്ചു തന്നു. ഓക്കെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് അടച്ചു, അതുകൊണ്ട് നമുക്കൊരു 500 രൂപ തിരിച്ചു തന്നു. അത് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പം ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ട് ഈ 500 രൂപ കിട്ടിയപ്പോൾ ഈ 500 രൂപ എന്തായിട്ടാണ് നമ്മൾ വരവ് വെക്കേണ്ടത്? ഈ 500 രൂപ നമുക്ക് കിട്ടി. ഈ 500 രൂപ കിട്ടിയത് നമ്മൾ എങ്ങനെയായിരിക്കും കണക്കാക്കുന്നത്? നമുക്ക് എന്താണ് നിങ്ങൾ ഇൻകം അല്ലയോ? നമുക്കത് ഈ 500 രൂപ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഇൻകം അല്ലയോ? ആണോ? നമുക്ക് ഈ 500 രൂപ കിട്ടുന്നത് നമുക്ക് ഇൻകമായിട്ട് കണക്കാക്കാം. കാരണം നമുക്ക് 5000 രൂപ കൊടുത്തു, അത് നമ്മൾ കൃത്യമായിട്ട് അടച്ചു, നമുക്കൊരു ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാഷ് ഡിസ്കൗണ്ട് അവിടെ നമ്മൾ റിസീവ്ഡ് ചെയ്തു. അത് നമ്മുടെ ഒരു ഇൻകമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെയിനാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഇൻകം നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? നമ്മൾ ക്രെഡിറ്റാണ്. അറിയാമല്ലോ, നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ക്രെഡിറ്റായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. നിങ്ങൾ ക്ലിയർ ആയോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. ക്ലിയർ ആയോ? മെസ്സേജ് ഒന്ന് എഴുതുമോ ക്ലിയർ ആയെങ്കിൽ?
ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പിടികിട്ടി. അതാണ് അതിനകത്തെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം അത് വേറൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി. അത്രയും മതി. കൂടുതൽ മനസ്സിലാകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് നമുക്ക്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും നമുക്ക് എക്സ്പെൻസ് ആയിരിക്കും, അത് ഡെബിറ്റ് ആയിരിക്കും കേട്ടോ. ഡെബിറ്റ് സൈഡിലേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിലായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? ഞാൻ മുമ്പ് എവിടെയോ എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു വന്നിരുന്നു. നിങ്ങൾക്ക് അത് വെച്ചിരുന്നു അതിൻ്റെ ഉത്തരം പറയാമോ? ഞാൻ പക്ഷേ അത് കൺസെപ്റ്റിനകത്താണ് അത് പറഞ്ഞു വന്നത് എന്ന് തോന്നുന്നു, പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം. അതിൻ്റെ ആൻസർ പറയാമോ? അറിയാമോ? പത്താമത്തെ ചോദ്യത്തിന് ഉത്തരം അറിയാമോ? നമ്മുടെ ആൻസർ കീയിൽ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെൻഷനുണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷനുണ്ട്. നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ കൺസെപ്റ്റ് പഠിച്ചു, കൺവെൻഷനുണ്ട്. ആ കൺവെൻഷനകത്ത് പറയുന്ന കാര്യങ്ങളൊന്ന് ഷോർട്ടായിട്ട് തന്നെ പറയാം. ഇതിനകത്ത് പറയുന്ന കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ, അത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സുതാര്യമായിരിക്കണമെന്ന്. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് യൂസേഴ്സിന് നമുക്കറിയാം, നമ്മൾ യൂസേഴ്സിനോടാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യൂസേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്ക് ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ പറയുന്നത്. ഓക്കെ, കണ്ടന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി നമുക്ക് ഇപ്പോൾ ആയിട്ടില്ല, പക്ഷെ നമുക്ക് ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ ലയബിലിറ്റിയാണ് നമ്മൾ, അതായത് എന്താ പറയുന്നത്, നമ്മളൊരു ഇപ്പോൾ ഒരാൾ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ അയാൾ ഒരു ഇതിൻ്റെ ചെക്ക് കൊണ്ട് തന്നു, ഒരു ബിസിനസ്സിലൊരു ചെക്ക് തന്നു. അപ്പോൾ ആ ചെക്ക് അത് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താണല്ലോ നമുക്കത് പൈസ വരികയൊക്കെ ചെയ്യേണ്ടത്. അപ്പം അതൊരു ഉദാഹരണമായിട്ട് കാണാം. അതാകാനും ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ലയബിലിറ്റി ഇപ്പോൾ ആയിട്ടില്ല, ആകാനും ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കണ്ടന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 4 മെത്തേഡുകൾ ഞാൻ പറയാം, അതിലേതാണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് ആൻസർ പറഞ്ഞാൽ മതി. അക്കൗണ്ടിങ് കൺവെൻഷനകത്ത് ഫുൾ ഡിസ്ക്ലോഷറിനകത്ത് പറയുന്നത് പബ്ലിക്സൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വഴി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നു. ഇത് നിങ്ങൾ ആൻസർ പറഞ്ഞ മറ്റൊന്നും കൺവെൻഷൻ ഓഫ് കൺസർവേഷനാണ്, അല്ലേ? കൺസർവേറ്റിസമാണ് പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് മുൻകൂട്ടി മാറ്റി വെക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഭാവിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കണക്കാക്കി ഒരു പ്രൊവിഷൻ മാറ്റി വെക്കുക, അതാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കണക്കാക്കി ഒരു പ്രൊവിഷൻ മാറ്റി വെക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ കണ്ടന്റ് ലയബിലിറ്റി പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിലേതാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു തോന്നുന്നത്? ലയബിലിറ്റി ഇപ്പോൾ ആയിട്ടില്ല, ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് കൺസർവേറ്റിസം ആണോ ഡിസ്ക്ലോഷർ ആണോ? പക്ഷെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്ലോഷർ എന്നാണ് നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അതും ശരിയാണ്, ഇതും ശരിയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇനിയൊരു ചോദ്യം ഇങ്ങനെ വന്നാൽ ഡിസ്ക്ലോഷർ പറഞ്ഞാൽ മതി. കാരണം ഇപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്കറിയാം, ഇത് കൂടുതലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ഡൗട്ട് അടിക്കാം, ഇതെവിടെ കൊടുക്കും, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എവിടെ കൊടുക്കാൻ പറ്റും? നമുക്കിത് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ സാധാരണഗതിയിൽ എക്സ്ട്രാ നോട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ വെച്ച് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാമായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് അതിനകത്തുള്ളത്. ഈ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഫാക്ട്സ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. വളരെ ചെറിയ ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടതില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യപ്പെടണം എന്നാണ് ഈ കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി പറയുന്നത്. ഇനി കൺസിസ്റ്റൻസി ഉണ്ട്, അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ കൺസിസ്റ്റൻസി, സ്ഥിരത പുലർത്തുക എന്നുള്ളത്. സ്ഥിരത എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ പ്രിൻസിപ്പിൾ, ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ടൊന്നായിരിക്കണം. അല്ലാതെ ഈ വർഷം നമ്മളൊരു രീതി, അടുത്ത വർഷം ഒരു രീതി, അങ്ങനെയായി പോകരുത്. നമ്മൾ ഒരു വർഷം യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും ആ രീതികളും ഒക്കെ തന്നെ നമ്മൾ തുടർന്നും മുന്നോട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് KSFയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് കൺസെപ്റ്റാണ്, ഏത് മെത്തേഡാണ് സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ഏത് കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ അക്കൗണ്ടിങ്, ആനുവൽ ക്ലോസിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാമല്ലോ, നമ്മൾ അക്രൂവൽ ബേസിസ് എന്ന് പറയും. നമ്മുടെ എല്ലാ നോട്ടിലൊക്കെയാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനല്ലേ? ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടോ, എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല, ശരിയല്ലേ? നമ്മൾ ആ ഒരു ഓരോ അക്കൗണ്ടിങ് പീരീഡിലും ഇൻകം അല്ലെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് അക്രൂവൽ ബേസിസ് അല്ലെ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടോ അല്ലെ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രാധാന്യമില്ല. അപ്പോൾ അതേ പ്രിൻസിപ്പിളായിരിക്കണം നമ്മൾ അടുത്ത വർഷം. ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ അക്രൂവൽ ബേസിസ് വേണ്ട, വേറൊരു കൺസെപ്റ്റ് മതി, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഈ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും ആൻസർ ലയബിലിറ്റീസ് ഓൺ ബാലൻസ് ഷീറ്റിൽ ഈ കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷറിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ മിക്കവാറും ആൻസർ ബി തന്നെയായിരിക്കും. ഓക്കെ, കൺസർവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേന് ഭാവിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കണക്കാക്കുന്ന ഒരു ഇതിനകത്തേക്ക് 100% എത്തിയെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇത് ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇനിയൊരു ബാക്കി ഭാഗങ്ങളും കൂടെ ഉണ്ട്. ഒന്നും ആയിട്ടില്ല. നമ്മൾ എക്സാമിലൊരു 10 ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം. ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻസിലെ കാര്യങ്ങൾ നമുക്ക് 100% ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സംശയങ്ങളും ഒക്കെ നമുക്കുണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ, നമുക്ക് ഒന്നാമത് സമയം വളരെ കുറവായിപ്പോയി, ലാസ്റ്റ് മൊമെൻറ്റിലായിപ്പോയി ഇതെല്ലാം വന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കൂടി കൂടുതൽ കാര്യങ്ങൾ, നോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന നോട്ടുകളൊക്കെ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. അതൊരു ക്ലാസ്സായിട്ട് കണക്കാക്കുക വേണ്ട. ഞാൻ അങ്ങനെയല്ല വന്നെടുത്തതും, അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല. ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ച് ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങളത് ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞേക്കുക. അത് ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഡൗട്ടുകളുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റായിട്ട് ഇടുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യാം. സമയം അനുസരിച്ച് അത് മാക്സിമം ചെയ്യാം. അതുപോലെ വരും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ കൂടുതൽ നോക്കാം, ക്ലാസ്സുകളൊക്കെ കൂടുതലായിട്ട് നടത്താൻ പറ്റും.